24 രൂപതകൾ, 3788 പരീക്ഷാ കേന്ദ്രങ്ങൾ, 5,51,924 മത്സരാർത്ഥികൾ. പ്രിയമുള്ളവരെ, കേരള സഭയുടെ സ്വന്തം ലോഗോസ് ക്വിസ് 2014 ലോഗോസ് പ്രതിഭാ മത്സരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. KCBC ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും ഒന്നുചേർന്ന് സംഘടിപ്പിക്കുന്നു ലോഗോസ് ക്വിസ്, വേൾഡ്സ് ലാർജസ്റ്റ് ക്വിസ് പ്രോഗ്രാം. മഹാജൂബിലി വർഷം ക്രിസ്തു ജയന്തി 2000 ലോഗോസ് ക്വിസ് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ടു. KCBC ബൈബിൾ കമ്മീഷൻ ചെയർമാൻ അഭിമന്യ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ ആശീർവാദത്തിൽ കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ഫിലിപ്പ് തയ്യിൽ VC ആണ് പ്രാരംഭകൻ. സംഘാടക പ്രതീക്ഷകൾ അട്ടിമറിച്ച് ആദ്യ ലോഗോസ് ക്വിസിൽ 1,24,000 പേർ പങ്കെടുത്തു. ഓരോ വർഷവും പങ്കാളിത്തം ഏറി വന്നു. 2012 സർവകാല റെക്കോർഡായി 5,61,000 പേർ പങ്കെടുത്തു. ലോഗോസ് പ്രതിഭയ്ക്കായി പാലക്കൽ കുടുംബയോഗം 2007 പാലക്കൽ തോമാ മൽപ്പാൻ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തി. 2010 മുതൽ അധുനാതന ലോഗോസ് ക്വിസ് പ്രായോഗികമായി. ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫൈനൽ റൗണ്ട് ടെലിവിഷൻ സംപ്രേഷണം, സീനിയർ സിറ്റിസൺസിനായി പുതിയ മത്സര വിഭാഗം, ലോഗോസ് പ്രതിഭയ്ക്ക് വിശുദ്ധനാട് സന്ദർശനം എന്നിവയുമായി ലോഗോസ് ക്വിസ്. 2012 ഒക്ടോബറിൽ റോമിൽ നടന്ന 13ാമത് മെത്രാൻ സിനഡിൽ നവസുവിശേഷവൽക്കരണത്തിനുള്ള കേരള മോഡലായി സിനഡ് പിതാക്കന്മാരുടെ മുക്തകണ്ഠ പ്രശംസ നേടി. ഓരോ സുവിശേഷ ഗ്രന്ഥവും വ്യക്തിപരമായ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വായിക്കപ്പെടണം. വ്യക്തിയും കുടുംബവും സമൂഹവും വചന സന്ദേശം ഉൾക്കൊള്ളണം. ഗൗരവാവഹമായ ബൈബിൾ പഠനത്തിലേക്ക് സഭാമക്കളെ നയിക്കാനുള്ള കവാടമായി ഇതാ ലോഗോസ് ക്വിസ്, വേൾഡ്സ് ലാർജസ്റ്റ് ക്വിസ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത 5,51,924 പേരിൽ രൂപതാ തലത്തിൽ ABCDEF വിഭാഗങ്ങളിലായി 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ച 612 പേർ പങ്കെടുത്ത ഫൈനൽ പരീക്ഷയിൽ ഒന്നാമതെത്തിയ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ ലോഗോസ് പ്രതിഭാ പട്ടം ഇവരിൽ ആര് ചൂടും എന്നുള്ളതാണ് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആദ്യമായി 2003 ജനുവരി 1 ശേഷം ജനിച്ചവരുടെ വിഭാഗമായ A വിഭാഗത്തിൽ ഒന്നാമതെത്തിയ കൊച്ചുമിടുക്കി ആൻ മേരി തോമസിനെ നമ്മൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താമരശ്ശേരി രൂപതയുടെ ആൻ മേരി തോമസ്. എന്റെ പേര് ആൻ മേരി. ഞാൻ താമരശ്ശേരി രൂപതയിലെ വിലങ്ങാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സംസ്ഥാനതല ലോഗോസിൽ പങ്കെടുക്കാൻ വരുന്നത് 2ാം പ്രാവശ്യമാണ്. ആദ്യമായിട്ട് കയറുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1998 2002 ഇടയിൽ ജനിച്ചവരാണ് B വിഭാഗത്തിൽ വരുന്നത്. B വിഭാഗത്തിലെ വിജയി ഡിൻഡ ബേബി, കോതമംഗലം രൂപത. എന്റെ പേര് ഡിൻഡ ബേബി. ഞാൻ കോതമംഗലം രൂപതയിലെ കോലടി ഇടവകാംഗമാണ്. ഞാൻ +2 പഠിക്കുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ലോഗോസ് ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്നത്. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 1983 1997 ഇടയ്ക്ക് ജനിച്ചവരുടെ വിഭാഗമായ C വിഭാഗത്തിൽ ഒന്നാമതെത്തിയ ഇരിങ്ങാലക്കുട രൂപതയുടെ ടോണി ബേബി. എന്റെ പേര് ടോണി ബേബി. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പോർട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ഹൈദരാബാദിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായാണ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്നത്. 1963 82 ഇടയിൽ ജനിച്ചവരുടെ വിഭാഗമാണ് D വിഭാഗം. ഈ വിഭാഗത്തിൽ നിന്നും മത്സരിക്കാൻ എത്തുന്നു പാലാ രൂപതയിൽ നിന്നും ബീന ജേക്കബ്.
എൻ്റെ പേര് ബീന ജേക്കബ്. ഞാൻ കുന്നോന്നി ഇടവകയിൽ നിന്ന് വരുന്നു. പാലാ രൂപതയാണ്. സൺഡേ സ്കൂളിൽ ടീച്ചറാണ്. 5 പ്രാവശ്യം ലോഗോസ് ക്വിസ് സ്റ്റേറ്റ് മത്സരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 4 പ്രാവശ്യവും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫൈനലിലേക്ക് വരുന്നത് ആദ്യമാണ്. വചനം പഠിക്കാനും ഈ മത്സരത്തിൽ പങ്കെടുക്കാനുമായിട്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. 1950-നും 1962-നും ഇടയിൽ ജനിച്ചവരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ വിഭാഗത്തിലെ വത്സമ്മസ്കറിയ ചങ്ങനാശ്ശേരി അതിരൂപത. എന്റെ പേര് വത്സമ്മസ്കറിയ അമ്പലത്തട്ട്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തോട്ടക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. ഇത് 15ാമത്തെ വർഷമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 10 പ്രാവശ്യം ഫൈനലിൽ കയറി 8 പ്രാവശ്യം ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ദൈവം എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഏറ്റവും മുതിർന്നവരുടെ പ്രായ വിഭാഗമായ, അതായത് 1949 മുൻപ് ജനിച്ചവരുടെ ഇടയിൽ നിന്നും ആ വിഭാഗത്തിൽപ്പെടുന്ന മത്സരാർത്ഥികളിൽ നിന്നും 1ാം സ്ഥാനം നേടി ഇവിടെ ഇന്ന് വേദിയിൽ എത്തിയിരിക്കുന്നു ഏലിക്കുട്ടി തോമസ്, കോതമംഗലം രൂപത. എന്റെ പേര് ഏലിക്കുട്ടി തോമസ്. ഞാൻ കോതമംഗലം രൂപതയിലെ പന്നിമറ്റ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. 10 വർഷമായി റിട്ടയർഡ് ആയിട്ട്. അപ്പൊ ഇത് 2ാമത്തെ തവണയാണ് ഞാനിവിടെ ഫൈനലിൽ കയറുന്നത്. അപ്പൊ ദൈവം എന്നെ ഇത്രത്തോളം എത്തിച്ചതിന് ഞാൻ ദൈവത്തിന് അങ്ങേയറ്റം നന്ദി പറയും. ഈ 6 പേരെയും നമുക്ക് നല്ലൊരു കയ്യടിയോടെ ഇന്നത്തെ പ്രതിഭാ പട്ട മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോഗോസ് ക്വിസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം ഹിന്ദി ഭാഷയിലും 1000 പേർ പരീക്ഷ എഴുതിയിരുന്നു. തമിഴ് ഭാഷയിൽ പരീക്ഷ എഴുതിയത് 1300 പേർ. അങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് തുടങ്ങിയ വ്യത്യസ്ത ഭാഷകളിൽ കേരളത്തിനകത്തും പുറത്തുമായി നടന്ന ഈ വചന പര്യവേക്ഷണത്തിൽ ലോഗോസ് പ്രതിഭാപട്ടം സ്വന്തമാക്കാനെത്തിയ ഈ മത്സരാർത്ഥികളെ നയിക്കാൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഫാദർ ജോളി വടക്കൻ. നമുക്ക് നല്ലൊരു കയ്യടിയോടെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. KCBC മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ജോളിയച്ചൻ വത്തിക്കാൻ റേഡിയോയുടെ റീജിയണൽ കോർഡിനേറ്ററുമായും സേവനം ചെയ്യുന്നു. അദ്ദേഹത്തെ നമുക്ക് സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി ഈ ക്വിസ് മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ മത്സരങ്ങളിൽ നമുക്ക് 7 റൗണ്ടുകളാണുള്ളത്. 7 റൗണ്ടുകളിൽ ആദ്യത്തെ റൗണ്ടിന്റെ പേര് എക്സോഡസ് റൗണ്ട് എന്നാണ്. ഈ എക്സോഡസ് എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. നമുക്ക് പഠിക്കാനുള്ളതെല്ലാം ലേവ്യർ, ലൂക്ക, യോഹന്നാൻ ഒക്കെയാണ് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ റൗണ്ട് എക്സോഡസ് എന്നുള്ള പേരിട്ടത്? വളരെ ലളിതമായൊരു ഉത്തരം. ഇതൊരു യാത്രയാണ്, ഒരു വചനാന്വേഷണത്തിന്റെ ഒരു യാത്ര. ഈ വചനത്തിലൂടെയുള്ള യാത്രയിൽ നാം പങ്കെടുക്കുമ്പോൾ അത് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് നടത്തിയതുപോലൊരു യാത്ര. ആ ഒരു ചിന്തയിൽ, ഒരു പുറപ്പാട് അനുഭവം ആയിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ മാത്രമാണ് ഈ റൗണ്ടിന് എക്സോഡസ് റൗണ്ട് എന്ന് പേര് നൽകിയിരിക്കുന്നത്. 2 ചോദ്യ റൗണ്ടുകളാണ് ഈ ആദ്യത്തെ എക്സോഡസ് റൗണ്ടിൽ നിങ്ങൾക്കുണ്ടാവുക. ഈ ചോദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് ആദ്യത്തെ ചാൻസിൽ ഉത്തരം പറയാൻ സാധിക്കുകയാണെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്കതിൽ ലഭിക്കും. നിങ്ങൾക്കത് പറയാൻ സാധിക്കാതെ വരികയും ആ ചോദ്യം അടുത്ത ആളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി അത് പറഞ്ഞാൽ 5 മാർക്ക് ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ വത്സമസ്കറിയയിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ ടോണി ബേബിയിൽ അവസാനിക്കുന്നു. വീണ്ടും ടോണി ബേബിയിൽ ആരംഭിച്ച് വത്സമസ്കറിയയിൽ അവസാനിക്കുന്നു. അങ്ങനെയാണ് ക്ലോക്ക്
ആന്റി ക്ലോക്ക് വൈസ് ഈ ചോദ്യങ്ങൾ മുന്നോട്ട് പോവുക. വ്യക്തമാണ്. ആദ്യത്തെ ചോദ്യം വത്സമ്മ സ്കറിയോയോടാണ്. ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യം. എന്താണ് അസസ്സേൽ? ഇസ്രായേലിന്റെ വീക്ഷണമനുസരിച്ച് അസസ്സേൽ എന്ന ഒരു പദം ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. നമുക്കറിയാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠനഭാഗത്തിൽ ഈ അസസ്സേൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ നൽകിയിട്ടുണ്ട്. അതാണ് നമുക്കറിയേണ്ടത്. വനാന്തരങ്ങളിൽ വസിക്കുന്ന അശുദ്ധാരൂപിയെയാണ് ഒരു അസസേൽ എന്ന് ഉദ്ദേശിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. വനാന്തരങ്ങളിൽ എവിടെയോ കുടികൊള്ളുന്ന അശുദ്ധാരൂപി, ഒരു ദൈവവിരുദ്ധ ശക്തിയാണ് അസസ്സേൽ. കൃത്യമായ ഉത്തരം വത്സമ്മ സ്കറിയ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിരിക്കുന്നു. 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ആൻമേരിയിലേക്ക് പോകുന്നു. തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളക്കിന് ബലി അർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ആരാണ് മോളക്? യഥാർത്ഥ പേര് എന്തായിരുന്നിരിക്കണം? ലേവ്യരുടെ പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഈ മോളക്ക് വരുന്നുണ്ട്. ആൻമേരി, ഈ മോളക്ക് ആരാണെന്നതിനെ കുറിച്ച് വല്ല ധാരണയും ഉണ്ടോ? വിജാതിയർ പല ദേവന്മാർക്കും ബലികൾ അർപ്പിച്ചിരുന്നു. അതിലൊരാളാണ് ഈ മോളക്. ശരിക്കുള്ള പേര് മെലക് എന്നാണ്. അതിനകത്തുള്ള പിന്നീട് മാറ്റി എഴുതിയതാണ് മോളക് എന്ന്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ആൻമേരി കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മോളക് ഒരു വിജാതീയ ദേവത. മെലക് എന്ന് പറയുന്ന പദം അത് രാജാവിന് പകരമായി നിൽക്കുന്ന പദമാണ്. അതിൽ നിന്നായിരിക്കണം ഈ പദം വന്നിരിക്കുന്നത്. ആ പദമാണ് പിന്നീട് മോളക്കായിട്ട് മാറിയിരിക്കുന്നത്. കൃത്യമാണ് ഉത്തരം. 10 മാർക്ക് ആൻമേരി സ്വന്തമാക്കിയിരിക്കുന്നു. പേടി പോയില്ലേ? എന്ത് ലളിതമായ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഡിൻഡ, പുതുവത്സര തിരുനാൾ ഇപ്പോൾ ഏത് പേരിലാണ് ഹെബ്രായ ഭാഷയിൽ അറിയപ്പെടുന്നത്? പുതുവത്സര തിരുനാൾ ഇപ്പോൾ ഏത് പേരിലാണ് ഹെബ്രായ ഭാഷയിൽ അറിയപ്പെടുന്നത്? പാസ് ചെയ്യുന്നു. ഡിൻഡ അത് പാസ് ചെയ്യുന്നു. ഏലിക്കുട്ടി ടീച്ചർ അങ്ങനെ റോസ് ഹസാന. റോസ് ഹസാന. റോസ് ഹസാന. വളരെ കൃത്യമായ ആൻസർ, റോസ് ഹസാന. എവിടെ നിന്ന് പഠിച്ചു? അത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചു അല്ലെ? പഠന സഹായിയായിട്ട് ബൈബിളിൽ ഉള്ളതും മാത്രമല്ല, പഠന സഹായിയായിട്ട് KCBC പുറത്തിറക്കിയ കറസ്പോണ്ടൻസ് കോഴ്സിന്റെ പുസ്തകത്തിൽ നിന്നും കൂടി പഠിച്ചതിന്റെ പേരിലാണ് ആ ഒരു ഉത്തരം കിട്ടിയത്. ഡിൻഡ അത് നോക്കിയിരുന്നു, പക്ഷേ അത്ര കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ല. അത്ര കൃത്യമായിട്ട് നോക്കാൻ സാധിച്ചില്ല. സാരമില്ല ഡിൻഡ, നമുക്ക് അടുത്ത റൗണ്ടിൽ ഇതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അടുത്ത ചോദ്യം നമുക്ക് വീണ്ടും ഏലിക്കുട്ടി ടീച്ചറിലേക്ക് തന്നെയാണ് വരുന്നത്. ആ ചോദ്യം, കൂടാര തിരുനാളിന്റെ ഹെബ്രായ പേര് എന്താണ്? കൂടാര തിരുനാളിന്റെ ഹെബ്രായ പേര് എന്താണ്? സുക്കോത്ത്. സുക്കോത്ത്. സുക്കോത്ത് കറക്റ്റ് ആൻസർ ആണ്. സുക്കോത്ത്. അതും ഈ പഠന സഹായിയിൽ കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. 10 മാർക്ക് വീണ്ടും ഏലിക്കുട്ടി ടീച്ചർ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ബീനായിലേക്കാണ്. ബീന, തിരുസാന്നിധ്യ അപ്പം ഹെബ്രായ ഭാഷയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തിരുസാന്നിധ്യ അപ്പം ഹെബ്രായ ഭാഷയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹപ്പാനി. ഹപ്പാനി മാത്രമുള്ളൂ? ലോഹം. ലോഹം. ബീന ജേക്കബ് കൃത്യമായ ഉത്തരം. ലോഹം ഹപ്പാനിം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പഠന പുസ്തകത്തിൽ നൽകിയത്. അതുപോലെ തന്നെ ബീന പഠിച്ചിരിക്കുന്ന കൃത്യമായ ഉത്തരമാണ്. പക്ഷെ കൃത്യമായ വാക്ക് ലഹം എന്നുള്ളത് ഇനിയുള്ള അവസരത്തിൽ തിരുത്തി അത് വായിക്കണമെന്നും ഇത് കാണുന്ന പ്രേക്ഷകർ ലോഹം എന്ന് തെറ്റിദ്ധരിക്കാതെ ലഹം ആണ് ആ വാക്ക് എന്ന് മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടോണിയിലേക്ക് വരുന്ന അടുത്ത ചോദ്യം. ജൂബിലി വർഷത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. ഏത് ഹീബ്രു പദത്തിൽ നിന്നാണ് ഈ പദം വരുന്നത്? അതിന്റെ അർത്ഥം എന്ത്? യോബേൽ എന്ന പദത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. അതിന്റെ അർത്ഥം കാഹളം. യോബേൽ, കാഹളം. കറക്റ്റ് ആൻസർ ടോണി. യെസ്, ഈ റൗണ്ടില് ടോണിയും 10 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു.
അടുത്ത ചോദ്യവും അതും ടോണിയിലേക്ക് തന്നെയാണ്. ഈ ചോദ്യം ബൈബിൾ സംബന്ധമായിട്ടുള്ള അല്പം ജനറൽ ചോദ്യങ്ങളുടെ കാറ്റഗറിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബിളിൽ കൃത്യമായ രീതിയിൽ അതിന്റെ ഉത്തരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്തിയെന്ന് വരില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ പഠിക്കണമെന്ന് ഇവിടെ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മയിലേക്ക് തരുന്നു. യെസ്, ആദ്യത്തെ ചോദ്യം. പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന് രൂപം നൽകിയ പാപ്പ ആരാണ്? ഏതാണ് വർഷം? ലയോ 13 മാർപ്പാപ്പ 1902. ടോണി ഇതെല്ലാം പഠിച്ചു വെച്ചേക്കാണോ? ലയോ 13 മാർപ്പാപ്പ 1902 ഈ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ബൈബിൾ പഠന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുതിയ ഉണർവ് നൽകുന്ന ഈ ഒരു കമ്മീഷൻ രൂപം കൊടുത്തത് ലയോ 13 മാർപ്പാപ്പയാണ്. കൺഗ്രാജുലേഷൻ ടോണി. അടുത്ത ചോദ്യം വീണ്ടും ബീനയിലേക്കാണ്. ബീന, ഈ ചോദ്യവും ബൈബിൾ സംബന്ധമായിട്ടുള്ള ജനറൽ ചോദ്യങ്ങളാണ്. ഡിവിനോ അഫ്ലാന്തെ സ്പിരിത്തു എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ച പാപ്പ ആരാണ്? വർഷം ഏതാണ്? 12 പിയൂസ് പാപ്പ. 12 പിയൂസ് പാപ്പ 1943. 1943. ദിവസം അറിയോ? സെപ്റ്റംബർ 30. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. ബീനായും ഈ മേഖലയിൽ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചു വന്നിരിക്കുന്നു എന്നുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അടുത്ത ചോദ്യം ഏലിക്കുട്ടി ടീച്ചറിലേക്ക് വരുന്നു. ടീച്ചർ, ജെറൂസലേമിലെ ബൈബിൾ ഉന്നത പഠന കേന്ദ്രത്തിന് എക്കോൾ ബിബ്ലിക്ക് ദി ജെറൂസലേം എന്ന് പറയുന്ന ഒരു ഉന്നത പഠന കേന്ദ്രത്തിന് അംഗീകാരം നൽകിയ പാപ്പ ആരാണ്? വർഷം ഏതാണ്? ലയോ 13. ലയോ 13 മാർപ്പാപ്പ. വർഷം 1892. 1892. കറക്റ്റ് ആൻസർ ആണ്. ലയോ 13 മാർപ്പാപ്പ 1892 സെപ്റ്റംബർ 17 ആ രേഖ പുറപ്പെടുവിച്ചത്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ഡിൻഡ, റെഡിയല്ലേ? യെസ്. ആദ്യത്തെ പോയതിന്റെ ക്ഷീണമൊന്നും വേണ്ട. നമുക്ക് ആവേശത്തോടു കൂടെ തന്നെ ഈ മത്സരത്തിലെ രണ്ടാമത്തെ റൗണ്ട്, ചോദ്യ റൗണ്ടിൽ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഡിൻഡ പ്രവേശിക്കുകയാണ്. സ്പിരിത്തുസ് പാരാക്ലിത്തുസ് എന്ന ചാക്രിക ലേഖനം ആരുടേതാണ്? അതിന്റെ വർഷം ഏതാണ്? ബെനഡിക്ട് 15 മാർപ്പാപ്പയുടെ 1920 പുറപ്പെടുവിച്ചു. ഓ, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. ബെനഡിക്ട് 15 മാർപ്പാപ്പയുടെ 1920 രേഖയാണ് സ്പിരിത്തുസ് പരാക്ലിത്തുസ് എന്ന് പറയുന്ന രേഖ. അഭിനന്ദനങ്ങൾ. 10 പോയിന്റ് ഈ റൗണ്ടിൽ ഡിൻഡ കരസ്ഥമാക്കിയിരിക്കുന്നു. ആൻഡ് മേരി, നൗ യുവർ ടേൺ. റോമിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ താല്പര്യപ്രകാരമാണ് സ്ഥാപിച്ചത്? അത് ഏത് വർഷമാണ് സ്ഥാപിച്ചത്? റോമിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ താല്പര്യപ്രകാരമാണ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ് അത് സ്ഥാപിച്ചത്? അതും ഈ പറയുന്ന ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഇപ്പോ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പോപ്പ് എമിരിത്തുസ് എന്ന് പറയുന്ന ബെനഡിക്ട് 16 പാപ്പ ആണോ? ആണെന്നാണ് എന്റെ ഒരു ചെറിയൊരു ഗസ് നടത്തിയതാണ് അല്ലെ? ഒരു ചെറിയൊരു ഊഹം നടത്തിയതാണ് ആൻമേരി. സാരമില്ല ആൻമേരി. ബെനഡിക്ട് 16 മാർപ്പാപ്പയും ബൈബിൾ സംബന്ധമായ വിഷയങ്ങളിൽ ഏറെ സംഭാവനകൾ കത്തോലിക്ക സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ വർഷങ്ങളായല്ലോ നമുക്ക് ആരംഭിച്ചിട്ട്. നമുക്ക് വത്സമസ്കരയിലേക്ക് വരാം. 10 പിയൂസ് മാർപ്പാപ്പ 1909. 10 പിയൂസ് മാർപ്പാപ്പ 1909 ഈ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. കറക്റ്റ് ആൻസർ. വത്സമസ്കറിയ ഈ റൗണ്ടിൽ 5 പോയിന്റ് വീണ്ടും സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം കൂടി ഈ റൗണ്ടിൽ അവശേഷിക്കുന്നു. ആ ചോദ്യം വത്സമിക്കാം. പഷേന്തി ഡോമിനിച്ചി ഗ്രേജിസ് ഈ പ്രബോധന രേഖ ആരുടേതാണ്? വർഷം ഏതാണ്? പഷേന്തി ഡോമിനിച്ചി ഗ്രേജിസ് ഈ പ്രബോധന രേഖ ആരുടേതാണ്? ഏതാണ് അതിന്റെ വർഷം? പത്താം പിയൂസ് മാർപ്പാപ്പ 1907.
10ാം പിയൂസ് മാർപ്പാപ്പ 1907 എന്ന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വെറുതെ പറഞ്ഞതാണോ അതോ കൃത്യമായിട്ട് പറഞ്ഞതാണോ? എവിടെയോ കിടക്കുന്നുണ്ട്. കൃത്യമായ ഉത്തരം തന്നെയാണത്. 10ാം പിയൂസ് മാർപ്പാപ്പ 1907 ഈ രേഖ കണ്ടെത്തിയിട്ടുള്ളത്. ഈ രേഖ 10ാം പിയൂസ് മാർപ്പാപ്പയുടേതാണ്. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വത്സമ്മ നൽകിയിരിക്കുന്നു. 10 മാർക്ക് ആ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. ഈ റൗണ്ട്, ആദ്യത്തെ ഓറൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. വിജയികൾക്ക് ഈ മത്സരത്തില് ആദ്യത്തെ റൗണ്ടിൽ തന്നെ വളരെ ആവേശത്തോടെ മത്സരിച്ച നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ. ജിഷ, സ്കോർ ബോർഡ്. എക്സോഡസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് ഇപ്രകാരമാണ്. എ ഗ്രൂപ്പിൽ നിന്നും ആൻമേരി തോമസ് സ്വന്തമാക്കിയിരിക്കുന്നു 10 പോയിന്റ്സ്. നല്ലൊരു കൈയടി കൊടുക്കാം ആൻമേരിക്ക്. 10 പോയിന്റ്സ്. ബി ഗ്രൂപ്പിൽ നിന്നും മത്സരിക്കുന്ന ടിൻഡ ബേബിക്ക് ലഭിച്ചിരിക്കുന്നു 10 പോയിന്റ്സ്. നല്ലൊരു കൈയടി കൊടുക്കാം. സി ഗ്രൂപ്പിൽ നിന്നും മത്സരിച്ചിരിക്കുന്ന ടോണി ബേബിക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് 20 പോയിന്റ്സ്. ഡി ഗ്രൂപ്പിലെ ബീന ജേക്കബ് സ്വന്തമാക്കിയിരിക്കുന്നു 20 പോയിന്റ്സ്. ഈ ഗ്രൂപ്പിൽ നിന്നും മത്സരിച്ച വത്സമ്മ സ്കറിയ സ്കോർ ചെയ്തിരിക്കുന്നത് 25 പോയിന്റ്സ്. എഫ് ഗ്രൂപ്പിലെ ഏലിക്കുട്ടി തോമസ് സ്വന്തമാക്കിയിരിക്കുന്ന പോയിന്റ്സ് 25 പോയിന്റ്സ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. POCയുടെ ആഭിമുഖ്യത്തിൽ കേരള ബൈബിൾ സൊസൈറ്റി ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രചാരത്തിൽ ബൈബിൾ സൊസൈറ്റി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ സൊസൈറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബൈബിൾ പ്രചാരത്തിൽ ലോഗോസ് ക്വിസ് വഹിക്കുന്ന പങ്ക് ഏവർക്കും വിസ്മയമാണ് ഉളവാക്കുന്നത്. കേരളത്തിലെ എല്ലാ രൂപതകളിലെയും പ്രായ വ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹം ലോഗോസ് ക്വിസിനെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തില് ഈ ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവരും മത്സരത്തിനുപരിയായിട്ട് ദൈവവചനത്തിന്റെ ആഴം മനസ്സിലാക്കിയാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നത് വളരെ അധികം പ്രശംസനീയമായ ഒരു കാര്യമാണ്. ലോഗോസ് ക്വിസിന് നേതൃത്വം നൽകുന്ന POCയിലെ ബൈബിൾ സൊസൈറ്റി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ജോഷി മയ്യാറ്റിൽ അച്ഛനും എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ലോഗോസ് ക്വിസ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ്. കഴിഞ്ഞ കുറേയേറെ കൊല്ലങ്ങളായി കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ ബൈബിൾ സൊസൈറ്റി അതിൻ്റെ രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് റോമിൽ വെച്ച് നടന്ന മെത്രാന്മാരുടെ സിനഡില് ലോഗോസ് ക്വിസിനെ വിശേഷിപ്പിച്ചത് നവസുവിശേഷവൽക്കരണത്തിന്റെ കേരള മോഡൽ എന്നാണ്. ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ഒരു കാലത്ത് ഒതുങ്ങി നിന്ന് ഈ ക്വിസ് പരിപാടി ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നിനേക്കാളും തങ്കത്തെക്കാളും വചനം അഭികാമ്യമാണെന്നും
തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ് വചനമെന്നും സങ്കീർത്തകൻ പറയുന്നത് പല അവസരങ്ങളിലായിട്ടും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോഴ് ലോഗോസ് ക്വിസില് പങ്കെടുക്കുവാനായിട്ട് ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഭാരതത്തിൽ നിന്നാകമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേര് ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിന്റെ ആ മാധുര്യവും ശക്തിയും അതിന്റെ വിലയും അവർ മനസ്സിലാക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ നല്ല ദിവസത്തില് ഈ വചന ശുശ്രൂഷയില് ലോഗോസ് ക്വിസില് സംബന്ധിക്കുന്ന എല്ലാവരും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ വചനത്തിന്റെ ശക്തിയും മാധുര്യവും അതിന്റെ അമൂല്യമായിട്ടുള്ള വിലയും മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ മത്സരാർത്ഥികളെ, നമ്മളുടെ അടുത്ത റൗണ്ട് ഡെസേർട്ട് റൗണ്ടാണ്. ഡെസേർട്ട് റൗണ്ട് ഒരു 50-50 റൗണ്ടാണ്. ഇതിനു മുൻപ് ലോഗോസ് മത്സരങ്ങൾ വീക്ഷിച്ചിട്ടുള്ളവർക്ക് പരിചിതമായ ഒരു റൗണ്ടാണ്. നമ്മുടെ ക്വിസ് മാസ്റ്റർ ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ശരിയായ ഉത്തരം എന്ന് ഉറപ്പുള്ളത് തിരഞ്ഞെടുക്കാം. ഇനി നമ്മൾക്ക് 4 ഓപ്ഷൻസ് ലഭിച്ചു, പക്ഷെ നമ്മൾക്ക് സംശയമുണ്ട്, ഏതാണ് കൃത്യമായ ഉത്തരം എന്ന് സംശയമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വിസ് മാസ്റ്ററോട് സഹായം ചോദിക്കാം. ക്വിസ് മാസ്റ്റർ തെറ്റായ 2 ഉത്തരങ്ങൾ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ശേഷം ഉള്ള 2 ഉത്തരങ്ങളിൽ നിന്നും കൃത്യം ഉത്തരം ഒരെണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ 2 എണ്ണം മാത്രമുള്ളപ്പോൾ ലഭിക്കുന്ന പോയിന്റ് 5 പോയിന്റ് ആയിരിക്കും. 4 എണ്ണം ഉള്ളപ്പോഴാണ് ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റുകൾ വീതം ലഭിക്കും. ഈ റൗണ്ടിലെ ക്വസ്റ്റ്യൻസ് പാസ് ചെയ്യപ്പെടുന്നതല്ല. ഈ റൗണ്ടിലേക്ക് ആദ്യത്തെ ചോദ്യം ടോണിയിലേക്ക് വരുന്നു. ഈ ചോദ്യത്തില് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. 4 ഓപ്ഷൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ആ ഉത്തരം അല്പം കൂടി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഈ 4 ഓപ്ഷനിൽ നിന്ന് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അല്പം സംശയമുണ്ടെങ്കിൽ നേരെ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒന്ന് ഒരു 50-50 ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. 50-50. 2 ഉത്തരങ്ങൾ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. 2 ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചോദ്യം പാസ് ചെയ്യപ്പെടുന്ന റൗണ്ട് അല്ല, ഇത് ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ റൗണ്ടാണ്. ഓക്കെ, തുടങ്ങാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അധ്യായം വാക്യം 24 ലൂക്കായുടെ സുവിശേഷമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. 24:44, 24:25, 24:45 4 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 24:45. 24:45 എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ ഉത്തരം? ഉറപ്പാണ്, സംശയമൊന്നുമില്ല. എങ്കിലും നമുക്കൊന്ന് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 2 എണ്ണം എലിമിനേറ്റ് ചെയ്യുന്നതില് ടോണി പറഞ്ഞതില്ല. അതിന്റെ അർത്ഥം ഇതിൽ ഏതോ ഒന്ന് ശരിയാണ് എന്ന് തന്നെയാണ്. വാവ്, ടോണി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. എമ്മാവുസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ കൂടെ യേശു സഞ്ചരിക്കുന്നുണ്ട്. ആ ഭാഗത്തുള്ളതാണോ ഇത് ടോണി? അല്ല, പിന്നെ ഏതാണ്? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ഇതിൽ തുല്യമായ രീതിയിൽ എമ്മാവുസ് യാത്രയിലെ ക്രിസ്തു പങ്കുവെക്കുന്ന ഭാഗമുണ്ടോ? ഉണ്ട്. ഏതാണത്? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും തന്നെ പറ്റി എഴുതിയതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ
മനസ്സവൻ തുറന്നു, ഇല്ലേ? തുല്യമായ രീതിയിൽ ഒരു ഭാഗം അവിടെ വരുന്നുണ്ട്. ഇത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിലാണ്. ബീന അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. ആ വാക്യം അതിൽ തന്നെ പൂർണ്ണമല്ല, അത് ബീനയ്ക്കറിയാം. എങ്കിലും അതിലെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറയാവുന്ന ആ ഒരു രീതിയിലാണ് ആ വാചകം നമ്മൾ എടുത്തിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉള്ളതില് 23:39, 23:49, 22:39, 22:49. ഓപ്ഷൻ ഒന്നും വേണ്ട, വ്യക്തമാണ്, ഉറപ്പാണ്. ബീനയും അത് ഉറപ്പായി തന്നെ പറയുന്നു. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. 2 എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ബീന പറഞ്ഞ ഉത്തരം അവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ട്, സാധ്യത ഉണ്ട് എന്നർത്ഥം. യെസ് ബീന, യു ആർ റൈറ്റ്. ബീന രണ്ടാമത്തെ റൗണ്ടില് സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അധ്യായവും വാക്യം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 49-ാം വചനം. വ്യക്തമാണ്, കൃത്യമാണ്. 10 മാർക്ക്. ടീച്ചർ റെഡിയാണ്. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവ. അതിന്റെ മുൻപിലും പിൻപിലൊക്കെ ചിലപ്പോൾ ചില വാചകങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ഈ പറയുന്ന ഭാഗം എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സൂചനകൾ ബൈബിളിലുണ്ട്. 4 ഭാഗങ്ങളിൽ നമുക്കത് കാണാം. 4 റഫറൻസുകൾ നൽകുന്നു. എ 20:22, ബി 21:22, സി 20:23, ഡി 21:23. 21:22 ഓപ്ഷൻ ഒന്നും വേണ്ട. ഈ ഓർമ്മ ഇതുപോലെ നിർത്താനായിട്ട് വല്ല പ്രത്യേക മരുന്നുണ്ടോ? ഒരു സംശയമില്ലാതെ ടീച്ചർ വ്യക്തമായ രീതിയിൽ തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 21:22. അത്രയൊന്നും പ്രായമില്ലാത്ത ഞങ്ങൾക്ക് പല വചനങ്ങളും ഓർത്തിരിക്കാൻ പറ്റണില്ല ടീച്ചർ. വളരെ അഭിമാനകരമായ രീതിയിൽ തന്നെ ടീച്ചർ പെർഫോം ചെയ്തിരിക്കുന്നു. 3ാമത്തെ ചോദ്യം വ്യക്തമായ ഉത്തരം, കൃത്യമായ ഉത്തരം, 10 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ഡിൻഡയിലേക്കാണ്. ഡിൻഡ, യെസ്. ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു. ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നു. ശ്രദ്ധിക്കുക, അധ്യായം വാക്യവും ഞങ്ങൾ ഓപ്ഷൻസ് തരുന്നു. എ 21:38, ബി 21:33, സി 20:38, ഡി 20:33. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഉപയോഗിക്കാം. കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ സൂചനകൾ ലഭിച്ചതിന് ശേഷം ഉത്തരത്തിലേക്ക് പോകാൻ എല്ലാ സ്വാതന്ത്ര്യം ഡിൻഡയ്ക്കുണ്ട്. 21:38. 21:38 എന്ന് ഡിൻഡ പറയുന്നു. പേടിയൊന്നുമില്ലേ? ഇല്ല, ഒരു പേടിയില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഡിൻഡ പറഞ്ഞ ഓപ്ഷൻ അവിടെയുണ്ട്. ഡിൻഡ കറക്റ്റ് ആൻസർ. 10 പോയിന്റ് ഡിൻഡ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. ടീച്ചറെ പോലെ തന്നെ ഡിൻഡയും നന്നായി തന്നെ ഓർമ്മശക്തിയുള്ള കൂട്ടത്തിലാണ്. ആൻമേരി, എങ്ങനെയാ ഓർമ്മശക്തിയൊക്കെ? സന്തോഷം ആൻമേരി. ആൻമേരിയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. അധ്യായവും വാക്യവും ഓപ്ഷൻസ് തരുന്നു. എ 19:28, ബി 20:28, സി 20:48, ഡി 19:48. ആൻമേരിയെ സഹായിക്കാൻ ഓപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ആൻമേരിക്ക് അത് ആവശ്യപ്പെടാം. $19.48 19:48 എന്ന് ആൻമേരി ധൈര്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ആൻമേരി ധൈര്യമായിട്ട് തന്നെ 19:48 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം എങ്ങനെയാണ്. 2 ഓപ്ഷനില് 19:48 അവശേഷിക്കുന്നുണ്ട്, അല്ലെ? സാധ്യതയുണ്ട് എന്നർത്ഥം. 50-50, അല്ലെ?
Oh, great, Anne-Marie. Yes. ആദ്യം ഒന്ന് സംശയിച്ചോ? ഇത് എവിടെയുള്ള ഭാഗമാണെന്ന് സംശയം ഉണ്ടായോ? 20 ഏറ്റവും ലാസ്റ്റ് ആണെന്നറിയായിരുന്നു. അത് വെച്ച് അങ്ങനെ നോക്കി. 19, 25 അങ്ങനെയൊന്നും അല്ലായിരിക്കും. ആദ്യം ദേവാലയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഒരു ചെറിയൊരു ഒരു ഓർമ്മയിലുണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ അസോസിയേറ്റ് ചെയ്തു. കൃത്യമായ ഉത്തരം ആൻമേരി പറഞ്ഞിരിക്കുന്നു. വണ്ടർഫുൾ. 10 മാർക്ക് ഈ റൗണ്ടില് ആൻമേരിയും കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക്, വത്സമാസ് കറിയയിലേക്ക് നമ്മൾ എത്തുന്നു. എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അധ്യായവും വാക്യവും. എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അധ്യായവും വാക്യവും. 4 ഓപ്ഷൻസ് തരുന്നു. എ 21:8, ബി 20:18, സി 20:8, ഡി 21:18. 4 ഓപ്ഷൻസ്. 21:8, 20:18, 20:8, 21:18. 20:8 ഓപ്ഷൻ ഒന്നും വേണ്ട, നേരെ അറ്റാക്ക് ചെയ്യാണ്. ഉറപ്പാണോ? അതെ, ഉറപ്പാണെന്ന് വത്സമ്മ പറയുന്നു. കമ്പ്യൂട്ടർ, യെസ്, കറക്റ്റ് ആൻസർ. ആ റൗണ്ടും കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് ഈ റൗണ്ടില് വത്സമ്മയും സ്കോർ ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാം റൗണ്ടില് 50-50 റൗണ്ടിൽ വ്യക്തമായ ഉത്തരങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക്, മത്സരാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. എ ഗ്രൂപ്പിൽ നിന്നും മത്സരിക്കുന്ന ആൻമേരി തോമസ് സ്വന്തമാക്കിയിരിക്കുന്നു 20 പോയിന്റ്സ്. ഡിൻഡ ബേബി സ്വന്തമാക്കിയിരിക്കുന്നു 20 പോയിന്റ്സ്. ടോണി ബേബി ആകെ സ്കോർ ചെയ്തിരിക്കുന്നത് 30 പോയിന്റ്സ്. ബീന ജേക്കബ് 30 പോയിന്റ്സ്. വത്സമാസ് കറിയ 35 പോയിന്റ്സ്. ഏലിക്കുട്ടി തോമസ് 35 പോയിന്റ്സ്. ജൂബിലി ആഘോഷിക്കുന്ന ബൈബിൾ സൊസൈറ്റി, കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റി നമ്മൾക്ക് ഏവരുടെയും അഭിമാനമാണ്. കേരളം മുഴുവനും മാത്രമല്ല, മലയാളികൾ ലോകമെല്ലാം പരന്നു കിടക്കുന്ന അവിടെ എല്ലാവർക്കും, എല്ലാ ഭവനത്തിലും, അത് കത്തോലിക്കരായാലും അകത്തോലിക്കരായാലും അക്രൈസ്തവരായാലും അവരിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലണം. അതിനുള്ള ഉപാധികൾ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും, ഓരോ കത്തോലിക്കനും ഈ കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ചെറിയ സഹകരണവും പ്രാർത്ഥനയും സാമ്പത്തിക സഹകരണങ്ങളും ലോകം മുഴുവനും വചനം എത്തിക്കാനുള്ള വലിയ ഒരു ഉപാധിയാകുമ്പോഴാണ് വാസ്തവത്തിൽ ഈശോയുടെ ദൗത്യത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാം എൻ്റെ ശാഖകളുമാണ്. അങ്ങനെ നമ്മൾ ഈശോ ആകുന്ന ആ ദൈവവചനത്തിൻ്റെ ശാഖയായിട്ട്, ഈ ബൈബിൾ സൊസൈറ്റിയുടെ ശാഖയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലോകമെമ്പാടും ഈ വചനം വേഗം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബൈബിൾ സൊസൈറ്റി ഈ വർഷം ജൂബിലി വർഷത്തിലേക്ക് കടക്കുമ്പോൾ സൊസൈറ്റിക്ക് അഭിമാനിക്കത്തക്കതായി വളരെയേറെ കാര്യങ്ങളുണ്ട്. ഇന്ന് കേരളത്തിൽ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും വിശുദ്ധ ഗ്രന്ഥം എത്തിക്കാനായി കേരള സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ വലിയ പങ്കാണ് ബൈബിൾ സൊസൈറ്റി വഹിച്ചിട്ടുള്ളത്. ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം ദൈവജനത്തിൽ വളരെയേറെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ ഇന്ന് ലോഗോസ് ക്വിസിൽ വളരെ സജീവമായി ഭാഗവാക്കാകുന്നത് നാം കാണുന്നുണ്ട്. ഈ ഒരു നവീകരണത്തിലേക്ക് വ്യക്തിയെ നയിക്കുന്നത് അവർ ബൈബിൾ പഠിക്കുന്നതോടൊപ്പം ജീവിതത്തെ, ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി തുറന്നു വെക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാം. ലോഗോസ് പ്രതിഭാ മത്സരത്തിൽ 2 റൗണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ 3-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3-ാമത്തെ റൗണ്ടാണ് മന്ന റൗണ്ട്. ഇത് വളരെ രസകരമായ ഒരു റൗണ്ടാണ്.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ബസർ ലഭിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ക്വിസ് മാസ്റ്റർ നമ്മളോട് ചോദ്യം ചോദിക്കും. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം ഉത്തരം അറിയാം എന്ന് വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ ബസർ അമർത്തുക. ഈ റൗണ്ട് വ്യക്തമായ ഒരു ബ്രെയിൻ ഹാൻഡ് കോർഡിനേഷൻ വരേണ്ട റൗണ്ടാണ്. ചിന്തിക്കുക. ഉത്തരം വ്യക്തമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ ബസർ അമർത്തുക. 10 പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി ഉത്തരം തെറ്റിപ്പോയാൽ 5 പോയിന്റ്സ് അതിൽ നിന്ന് കുറയ്ക്കും. മൈനസ് മാർക്കുള്ള ഒരു റൗണ്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചോദ്യം കേട്ടതിന് ശേഷം മാത്രം ബസർ അമർത്തുക. അപ്പോൾ നമുക്ക് ക്വിസ് മാസ്റ്ററിലേക്ക്. യെസ്, നമ്മൾ ആരംഭിക്കുന്നു. കൈയൊക്കെ ഈ സ്വിച്ചിന്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ. അത് ഈ അകലേക്ക് പോയി പതുക്കെ വരുമ്പോഴേക്കും ചിലപ്പോ ഫാസ്റ്റായിട്ട് ആളുകൾ മുന്നോട്ട് പോയാലോ. ശ്രദ്ധിക്കുക, ഈ റൗണ്ടിൽ ബൈബിളിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള ചോദ്യം ആയിരിക്കാൻ സാധ്യതയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ നിന്ന് ഉള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നൽകുന്ന സൂചനകളെല്ലാം പൂർണ്ണമാകണമെന്നുമില്ല. എല്ലാ സെന്റൻസും അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ നാം കോട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന സാധ്യതകൾ ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കണം. ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്റെ പണമാണ് ഞാൻ ചെലവാക്കുന്നത് ഡാഷ്. ആ പണം നിങ്ങളുടേതല്ല, മറ്റു പലരുടേതുമാണ്. ആരുടേതാണ് ഈ വചനങ്ങൾ? പണം ചെലവാക്കുമ്പോൾ എന്റെ കാശാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചെലവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമൂഹത്തിലെ മറ്റു പലർക്കും അവകാശപ്പെട്ട പണമാണ് ഞാൻ ചെലവാക്കുന്നത്. അതുകൊണ്ട് ആ പണം നിങ്ങളുടേതല്ല, മറ്റു പലരുടേതുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെലവാക്കണമെന്നും പഠിപ്പിച്ച ഒരു മഹാത്മാവുണ്ട്. ടീച്ചർ ഏതായാലും ആ ഒരു റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നു. ടീച്ചർ, യുവർ ചാൻസ്. വിശുദ്ധ ക്രിസോസ്റ്റോം. കറക്റ്റ് ആൻസർ. ഞാൻ ഈ റൗണ്ട് തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലുണ്ടായ ചെറിയൊരു ഉത്കണ്ഠ ഇതായിരുന്നു. അതായത് ഈ കൊച്ചുമോൾ ആൻമേരിയും ഈ F വിഭാഗത്തിലെ ടീച്ചറും ഒരേ വേദിയിൽ മറ്റുള്ളവരോടൊപ്പം മത്സരിക്കുമ്പോൾ എന്റെ എന്റെ കൈ അവിടെ എത്തിയില്ലല്ലോ എന്ന് ടീച്ചർ പറയുകയും കൊച്ച് അയ്യോ ഇതൊക്കെ വലിയ ആളുകൾക്കുള്ളതല്ലേ എന്ന് വിചാരിച്ച് മാറുകയും ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളൊരു ചെറിയ ഉത്കണ്ഠ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ അത് കടത്തി വെട്ടിയിരിക്കുന്നു. കൃത്യമായ ഉത്തരം നൽകിയിരിക്കുന്നു. വിശുദ്ധ ക്രിസോസ്റ്റം 10 മാർക്ക് ഈ റൗണ്ടില് ടീച്ചർ കരസ്ഥമാക്കിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയുണ്ട് ചാൻസ്. ഈ ആർക്ക് വേണമെങ്കിലും പ്രസ് ചെയ്യാം. ഉത്തരം അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. വിശക്കുന്നവന്റെ അപ്പമാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, നഗ്നന്റെ കുപ്പായമാണ് നിങ്ങളുടെ അലമാരയിൽ പൂട്ടിവെച്ചിരിക്കുന്നത്. ആരുടേതാണ് ഈ വാക്കുകൾ? ഓൾറെഡി ബീന പ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബീന, വിശുദ്ധ ബേസിലിന്റെ വചനങ്ങളാണിത്. വിശുദ്ധ ബേസിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. 10 മാർക്ക് ഈ റൗണ്ടില് ബീനയും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇന്ന് ഈ സമൂഹത്തില് ഒരുപക്ഷെ ഈ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ പിടിയിലാകുന്ന മനുഷ്യനൊക്കെ കൂടുതൽ വാങ്ങിക്കൂട്ടുക, കൂടുതൽ ചെലവാക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ വളർത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശക്കുന്നവന്റെ അപ്പമാണ് നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നും നിങ്ങൾ ധരിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വസ്ത്രം അത് നഗ്നനെ ഉടുപ്പിക്കേണ്ടതാണെന്നുള്ള ചിന്ത എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ബേസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പഠന സഹായിയിൽ അതുണ്ട്. അത് ബീനയും പഠിച്ചു. യെസ്, കൺഗ്രാറ്റുലേഷൻസ് ബീന. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ വരുന്നു. ഈ റൗണ്ടിൽ ബീനയും സ്കോർ ചെയ്തിരിക്കുന്നു 10 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യം. ധനമേതുമുണ്ടാകുന്നത് അന്യായത്തിൽ നിന്നാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? യെസ്, വത്സമസ്കറിയ ചാടി അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ധനമേതുമുണ്ടാകുന്നത് അന്യായത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ ചിന്തിക്കും, അയ്യോ ഞാൻ ന്യായമായിട്ടുണ്ടാക്കിയതാണല്ലോ ധനമൊക്കെ, പിന്നെ എങ്ങനെയാ അന്യായമാണെന്ന് പറയുന്നേ? അർഹതപ്പെട്ടവരിൽ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങുന്നതൊക്കെ അല്ലെങ്കിൽ അർഹതയിൽ കൂടുതൽ ലഭിക്കുന്നതൊക്കെ ഈ ഒരു ചിന്തയില് അന്യായമായിട്ടായിരിക്കാം ഈ വിശുദ്ധനും പങ്കുവെക്കുന്നത്. ആരാണ് ഈ വിശുദ്ധൻ? വിശുദ്ധ ജെറോം. വിശുദ്ധ ജെറോം. വിശുദ്ധ ജെറോം. ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വിശുദ്ധ ജെറോമിനുള്ള സ്ഥാനം നമുക്കറിയാം.
ഉൾഗാത്ത ബൈബിൾ ട്രാൻസ്ലേഷന്റെ നിരയിൽ ഏറ്റവും ആദ്യമായിട്ട് ശക്തമായ രീതിയിൽ സാന്നിധ്യം അറിയിച്ച ജെറോം, ആ വിശുദ്ധ ജെറോമിന്റെ വചനമാണ് ധനമേതുമുണ്ടാകുന്നത് അന്യായത്തിൽ നിന്നാണ്. വത്സമസ്കറിയായും ഈ റൗണ്ടില് 10 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. യെസ്, നാലാമത്തെ ചോദ്യത്തിലേക്ക്, ഈ റൗണ്ടിന്റെ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. നിങ്ങൾ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നത് ദാനമല്ല, അവനുകൂടി അവകാശപ്പെട്ടതിന്റെ ഒരു ഓഹരി മടക്കി കൊടുക്കുക മാത്രമാണ്. ആരാണിത് പറഞ്ഞത്? ടീച്ചറെ, ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. ഞാൻ പറഞ്ഞു ഇത് എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാവുള്ളൂ പറഞ്ഞു. ഞാനത് അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു വിടുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്കറിയാം നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുള്ളത്. പക്ഷേ വായിച്ച് പകുതി ആകുമ്പോഴേക്കും ടീച്ചർ അത് പ്രസ് ചെയ്തു. സംഗതി ടീച്ചറാണെങ്കിലും ഞങ്ങൾ ശിഷ്യന്മാരെ ഇടയ്ക്ക് ഒന്ന് ചില നമ്മൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും അച്ഛൻ ഈ റൗണ്ട്, ആ റൗണ്ടിൽ നിന്ന് 5 മാർക്ക് ടീച്ചറെ ഞാൻ കുറയ്ക്കും. സോ ഈ ചോദ്യം നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ലൂക്കാ സുവിശേഷം യേശുവിന്റെ യാത്രാ വിവരണത്തിന്റെ അവസാനം വിവരിക്കുന്ന അത്ഭുതം ഏത്? ടോണിയുടെ ലൈറ്റാണ് ആദ്യം തെളിഞ്ഞിരിക്കുന്നത്. ടോണിയുടെയാണ് ചാൻസ്. കുരുടന് കാഴ്ച നൽകുന്നത്. കുരുടന് കാഴ്ച നൽകുന്നത് എവിടുത്തെ കുരുടനാണ്? ജെറീക്കോയുടെ സമീപത്ത് വെച്ച്. ജെറീക്കോയിലെ അന്ധന് കാഴ്ച നൽകുന്ന അത്ഭുതം, കുരുടന് കാഴ്ച നൽകുന്ന സംഭവമാണ്. കൃത്യമായ ഉത്തരം. 10 മാർക്ക് ടോണി ഈ റൗണ്ടിൽ കരസ്ഥമാക്കിയിരുന്നു. ഡിൻഡയ്ക്ക് അറിയാമായിരുന്നു. അടുത്ത ചാൻസ് അത് ടോണി അമർത്തിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡിൻഡയ്ക്ക് ആകുമായിരുന്നു. അല്പം കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യായിരുന്നെങ്കിൽ ഡിൻഡയ്ക്ക് കിട്ടുമായിരുന്നു. അതിനി പ്രസ് ചെയ്തോളൂ. ഓക്കെ, ലാസ്റ്റ്, ഈ റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓക്കെ, കർശന താപസ ജീവിതം നയിക്കുന്നവരായി പഴയ നിയമത്തിന്റെ അന്ത്യഘട്ടത്തിലും പുതിയ നിയമത്തിന്റെ ആരംഭഘട്ടത്തിലും അറിയപ്പെട്ടിരുന്ന സമൂഹം ഏതാണ്? യെസ്, കറക്റ്റാണ്. സമയം കറക്റ്റാണ്. ഒരു കുഴപ്പമില്ല. ബീനയ്ക്ക് പറയാം. എസ്സീൻ സമൂഹമാണ് കറക്റ്റ് ആൻസർ. 10 പോയിന്റ് ഈ റൗണ്ടില് ബീനയും സ്കോർ ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്, കറക്റ്റ്, വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാം റൗണ്ടായ മന്ന റൗണ്ടിനൊടുവിൽ നമ്മളുടെ മത്സരാർത്ഥികൾ സ്വന്തമാക്കിയിരിക്കുന്ന സ്കോർ ഇപ്രകാരമാണ്. ആൻ മേരി 20 പോയിന്റ്, ഡിൻജ ബേബി 20 പോയിന്റ്, ടോണി ബേബി 40 പോയിന്റ്സ്, ബീന ജേക്കബ് 50 പോയിന്റ്സ്, വത്സമ സ്കറിയ 45 പോയിന്റ്സ്, ഏലിക്കുട്ടി തോമസ് 40 പോയിന്റ്സ്. ലോഗോസിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ 8-9 പ്രാവശ്യമാണെന്നാണ് എന്റെ ധാരണ. ഞാൻ ഫൈനലിൽ കയറിയിട്ടുണ്ട് ഇവിടെ വരുന്ന എക്സാമിൽ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലോഗോസ് ഈ പരീക്ഷ നമുക്ക് വചനങ്ങള് ഒത്തിരി നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുവാനും അതോടൊപ്പം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ കഴുകുന്ന ഒരു പ്രതിഭാസം പോലെ നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇടപെടുന്ന രോഗികളോടും നമുക്ക് ഇപ്പോൾ അവര് ഒത്തിരി വേദനയോടുകൂടിയൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. അങ്ങനെ വചനങ്ങളിലൂടെ ഒരു സാന്ത്വനത്തിൻ്റെതായിട്ടുള്ള ഒരു രോഗപരിചരണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ആശ്വാസമാകുന്ന ഒരു അനുഭവം കണ്ടിട്ടുണ്ട്. എന്റെ പേര് അഞ്ജിത മരിയ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ വിജയഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ 10 വർഷമായിട്ട് ലോഗോസ് ക്വിസിന്റെ പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പം 8 വർഷമായിട്ട് POCയിലെ ഈ ഫൈനൽ എക്സാമിന് വരാനുള്ള അവസരം ലഭിച്ചു. ഇങ്ങനൊരു അവസരം തന്നതിന് ദൈവത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഇവിടെ വരുന്നത് ശരിക്കും എന്റെ ജീവിതത്തിലെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവവചനം കൂടുതൽ അറിയിച്ചു. അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്റെ പേര് ആഷിഖ്. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ ഗോതിരത്ത് എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ലോഗോസ് ക്വിസ് എഴുതുന്നത്. ഇത് പഠിക്കാൻ എന്റെ ജീവിതത്തിൽ വളരെയേറെ സഹായമായിട്ടുണ്ട്. ഈ ലോഗോസ് ക്വിസ് പഠനത്തിലൂടെ ദൈവത്തിനെ കൂടുതൽ അടുത്തറിയാനും അതിലൂടെ ഒരു ദൈവികമായ ആഴമാർന്ന ജീവിതത്തിലേക്ക് നയിക്കാനും ഇടവന്നിട്ടുണ്ട്. ഞാൻ ആലീസ് ജോയ്, കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വരുന്നു. 12 വർഷം ഞാൻ ലോഗോസ് ക്വിസ് എഴുതിയിട്ടുണ്ട്. POCയിൽ ഇപ്പോൾ 11ാമത്തെ വർഷമാണ് വരുന്നത്. ചെറുപ്പം മുതലേ ബൈബിൾ ഇഷ്ടമാണ്. POC ബൈബിൾ ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരുന്ന ബൈബിൾ വായിക്കുമായിരുന്നു. ഞാനിത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക്
ആത്മീയമായിട്ട് അല്ലാതെ തന്നെ ഭൗതികമായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്വപ്നം കാണാത്ത സൗഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള സംതൃപ്തിയേക്കാൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ മത്സരത്തിൽ നമ്മൾ 4ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 4ാമത്തെ റൗണ്ടാണ് ട്രഷർ റൗണ്ട്. ട്രഷർ റൗണ്ടിൽ നമ്മൾ ഒരു ഇമേജ് കാണുന്നതാണ് സ്ക്രീനിൽ. അത് 25 കോളംസിനുള്ളിൽ, ഇങ്ങനെയുള്ള ബ്ലോക്സിനുള്ളിൽ ആയിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുക. മത്സരാർത്ഥികളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന കോളം അച്ഛൻ ഓപ്പൺ ചെയ്തു തരും. അപ്പോൾ ഒരു ഇമേജിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ദൃശ്യമാകും. അതിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് 10 പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ ചോദ്യത്തിന് 2 ഭാഗമുണ്ട്. ആദ്യ ഭാഗത്ത് നമ്മൾ 25 ഈ കോളത്തിന്റെ പിറകിലായിട്ട് ഒരു ഇമേജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ 25 കോളത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന കോളങ്ങൾ നമ്പർ പറഞ്ഞാൽ മതി. ആ നമ്പർ അനുസരിച്ച് ഞാനത് എലിമിനേറ്റ് ചെയ്തു തരാം. ആദ്യത്തെ എലിമിനേഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ റൗണ്ടിൽ 25ാമത്തെ മാറ്റാൻ പറഞ്ഞാൽ 25 ഞാൻ മാറ്റിയിരിക്കും. വ്യക്തമാണോ? അതിന്റെ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ചിത്രം അത് വേറൊരു കോളം മാറ്റിയാൽ ഒരു പക്ഷേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറയാം ആ കോളം മാറ്റാനായിട്ട്. 2, ആ കോളം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ലഭിക്കുന്ന 10 പോയിന്റിൽ നിന്ന് 1 പോയിന്റ് ഞാൻ കുറയ്ക്കും. അടുത്ത കോളം നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ആ കോളം തുറക്കുമ്പോൾ വീണ്ടും 1 പോയിന്റും കൂടി കുറയും. അടുത്ത കോളം നിങ്ങൾക്ക് പറയാം 1 പോയിന്റ് കുറയും. അടുത്ത കോളം നിങ്ങൾക്ക് പറയാം 1 പോയിന്റ് കുറയും. മനസ്സിലായോ? ഇനി ചിത്രം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 2ാം ഭാഗമുണ്ട്. ആ ചിത്രം ലൂക്കായുടെ സുവിശേഷത്തിന്റെ എത്രാമത്തെ അധ്യായത്തില് എത്രാമത്തെ വചനങ്ങൾക്കുള്ളിലുള്ള ഭാഗമാണ് എന്നുകൂടി നിങ്ങളത് പറയണം. അപ്പോഴാണ് 10 മാർക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടുള്ളൂ. യെസ്, വളരെ സിമ്പിൾ ആയുള്ളൊരു റൗണ്ടാണ്. വത്സമസ്കരിയായിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യത്തെ ചാൻസ് തന്നെ നമുക്ക് തന്നെ തരുന്നു. നിങ്ങൾ ഒരു നമ്പർ പറഞ്ഞോളൂ. ആ നമ്പർ ഞാൻ മാറ്റി തരുന്നതായിരിക്കും. ഏതെങ്കിലും നമ്പർ പറയാം. അത് ഫ്രീ ആയിട്ട്. ഞാൻ വളരെ ജനറസ് അല്ലേ, വളരെ ഫ്രീ ആയിട്ട് നമുക്കത് മാറ്റി തരുന്നു. 19 എന്ന നമ്പർ പറഞ്ഞിരിക്കുന്നു. 19 നമുക്ക് മാറ്റി നോക്കാം. എന്തോ ഒരു ഭാഗം അവിടെ ഉണ്ട്. പക്ഷെ അത് ഇനിയുള്ളത് ആവശ്യപ്പെടാം ഏതൊക്കെ ഭാഗങ്ങൾ മാറ്റണമെന്നുള്ളത്. പറഞ്ഞോളൂ. 20 എന്ന ഭാഗവും മാറ്റി തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരാളുടെ ചിത്രം ഉണ്ട് അവിടെ. ഇനി ഏത് ബോക്സ് ആണ് തുറക്കേണ്ടത്? 18. ഏതൊക്കെയോ ഒരു ഷേപ്പ് ഉണ്ട് അവിടെ. ഇപ്പൊ 3 എണ്ണം തുറന്നു കഴിഞ്ഞു. 13 3 ടീച്ചർ ആവശ്യപ്പെട്ടും ഒരെണ്ണം ഞാൻ തുറന്നു. അങ്ങനെ 4 എണ്ണം തുറന്നിട്ടുണ്ട്. 14 9 ആകെ 6 കോളങ്ങൾ തുറന്നിട്ടുണ്ട്. ഒരെണ്ണം ക്വിസ് മാസ്റ്റർ ഗ്രാറ്റിസ് ആയിട്ട് തുറന്നിരിക്കുന്നു. 5 എണ്ണം വത്സം ആവശ്യപ്പെട്ടതനുസരിച്ചും തുറന്നിരിക്കുന്നു. 8 ഇപ്പൊ ഏകദേശം ഒരു ധാരണയൊക്കെ എത്തേണ്ടതാണ്. ഓക്കെ, സമയം അധികം നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ റൗണ്ടില്. 7 യെസ്. ഈശോ കുരിശിൽ കിടക്കുന്ന. സംശയം ഉണ്ടെങ്കിൽ ഒരു കോളം കൂടി തുറന്നോ. 12 കൂടി തുറന്നാൽ
ഇനി തുറക്കണോ അതോ ഉത്തരം പറയാൻ ശ്രമിക്കുന്നോ? 8 വരെ എത്തിയതിന്റെ പേരിൽ ഇനി 2 മാർക്ക് കൂടി കിട്ടാനുള്ള സാധ്യത അതിലുള്ളൂ അല്ലേ? അതുകൊണ്ട് ഞാൻ ആ ചിത്രം റിവീൽ ചെയ്യുന്നു. അതിന്റെ അടുത്ത ഭാഗത്തു നിന്നുള്ള ഉത്തരം പറയാനുള്ള സ്വാതന്ത്ര്യം തരുന്നു. ഇതേതാണ് ഈ ചിത്രം? യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ഭാഗമാണ്. കാവൽ നിന്നവർ അവനെ അടിക്കാനും പരിഹസിക്കാനും തുടങ്ങി എന്ന് പറയുന്ന ഭാഗം ലൂക്ക എവിടെയാണ് വിവരിക്കുന്നത്? 22-ാം അധ്യായം 63 മുതൽ 65 വരെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. കറക്റ്റ് ആൻസർ ആണ്. ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ ചിത്രം ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരല്പം ഡിലേ വന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 8 കോളം വരെ തുറക്കേണ്ടി വന്നു. അതുകൊണ്ട് 2 മാർക്കാണ് ഈ റൗണ്ടിൽ വത്സമയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. 2 മാർക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ആൻമേരിയിലേക്കാണ് വരുന്നത്. ആൻമേരി, ഒരെണ്ണം ഞാൻ തുറന്നു തരാം. ഏതാ തുറന്നു തരേണ്ടത് ആൻമേരി? 18. ഓക്കെ, 18 തുറന്നിരിക്കുന്നു. 13. 14. 14. ഓ, ആൻമേരി എന്ത് ഫാസ്റ്റ് നോക്കൂ. യെസ്, അന്ധനെ സുഖപ്പെടുത്തുന്നു. കറക്റ്റ് ആൻസർ. അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്. അന്ധനെ സുഖപ്പെടുന്ന ഭാഗം ചിത്രം ഞാൻ പൂർണ്ണമായി കാണിച്ചു തരാം. ആദ്യത്തെ ഭാഗത്തില് 5 പോയിന്റില് 2 ബോക്സ് ആണ് ആൻമേരി തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് 3 പോയിന്റ് അതിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് അത് ലൂക്കായുടെ സുവിശേഷത്തില് ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗം ഏത് അധ്യായം, ഏത് വാക്യം? 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള. കറക്റ്റ് ആൻസർ ആണ്. ആൻമേരി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 18-ാം അധ്യായത്തിൽ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, ജെറിക്കോയിലെ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗം വളരെ കൃത്യമായിരിക്കുന്നു. ആദ്യത്തേല് 3 ഇപ്പോ 5 അടക്കം 8 പോയിന്റ് ഈ റൗണ്ടില് ആൻമേരി സ്കോർ ചെയ്തിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ആൻമേരി. അടുത്ത ചോദ്യത്തിലേക്ക് ഡിൻഡ ബേബിയോടാണ് ചോദ്യം. ഓക്കെ ഡിൻഡ, ഒരെണ്ണം ഞാൻ തുറന്നു തരാം. ഒരു ബോക്സ്. 14. വണ്ടർഫുൾ. യെസ്. 12. 12. യെസ്. 18. 18. 13. യെസ്. 8. 8. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. കറക്റ്റ് ആൻസർ ആണ്. ദേവാലയ ശുദ്ധീകരണത്തിന്റെ ചിത്രമാണിത്. യേശു ദേവാലയ ശുദ്ധീകരണം നടത്തുന്ന ഭാഗമാണ്. 3, 2, 5 കോളത്തില് ഒരെണ്ണം ഗ്രാത്യസ് ആണ്. 4 കോളമാണ് ആൻമേരി തുറന്നിരിക്കുന്നത്. അപ്പൊ അതില് 1 പോയിന്റ് അതിൽ ബാക്കിയുണ്ട്. യെസ്. ഇനി അതിന്റെ 2ാം ഭാഗത്തിലേക്ക് വരുന്നു. അത് സുവിശേഷത്തില് അധ്യായം, വാക്യം. 19-ാം അധ്യായം 45 മുതൽ 48 വരെ. 19-ാം അധ്യായത്തിന്റെ 45 മുതൽ 48 വരെ കറക്റ്റ് ആൻസർ ആണ്. സോ യു ഗെറ്റ് 5 + 1 6 പോയിന്റ് ഈ റൗണ്ടില് ഡിൻഡ കരസ്ഥമാക്കിയിരിക്കുന്നു. വെരി ഗുഡ് ഡിൻഡ. സോ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഏലിക്കുട്ടി ടീച്ചറോടാണ് ചോദ്യം. ഓക്കെ ടീച്ചറെ, ഞാൻ ഏതാ മാറ്റി തരേണ്ടത്? 18 മാറ്റി തന്നിരിക്കുന്നു. 17. 17. 22. 3 കോളങ്ങളാണ് ആകെ തുറന്നിരിക്കുന്നത്. 2 എണ്ണം ടീച്ചർ ആവശ്യപ്പെട്ടതനുസരിച്ച് തുറന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ തുറന്നു തന്നിട്ടുണ്ട്. 19. 20. 20. 15. 15. ഒന്നും മനസ്സിലാകുന്നില്ല. 14 കൂടെ തുറന്നു. 14 കൂടി തുറക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അന്ത്യത്താഴത്തിന്റെ ചിത്രമാണ്. അന്ത്യത്താഴത്തിന്റെ ചിത്രമാണ്. അപ്പൊ 6 എണ്ണം ആണ് അതിൽ പോയിരിക്കുന്നത്. അപ്പൊ 4 മാർക്ക് അതിൽ ബാക്കിയുണ്ട് ടീച്ചർക്ക്. അത് അന്ത്യത്താഴത്തിന്റെ ഭാഗം ലൂക്കാസ് വിശേഷം വിവരിക്കുന്നത് ഏത് അധ്യായം, എത്രാം വാക്യം? 22-ാം അധ്യായം. 22-ാം അധ്യായത്തില് 14 മുതൽ 23 വരെ. 14 മുതൽ 23 വരെ. കറക്റ്റ് ആൻസർ. ഗുഡ്. യെസ്. ഈ റൗണ്ടില് ടീച്ചർ 4 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ബീന, ഈ ചിത്രം ബീനയ്ക്ക് ഏത് കോളമാണ്, ഏത് ബോക്സ് ആണ് തുറക്കേണ്ടത്?
13. യെസ് ബീന, 13 ഓപ്പൺ ആയിരിക്കുന്നു. ഇനിയുള്ളത് 9. യെസ്. 8. യെസ്. 4. 4. യേശു എന്തോ ചൂണ്ടിക്കാണിക്കുകയാണ്. ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നു. ആര് നേർച്ചയിടുന്നത്? വിധവ. വിധവയുടെ കാണിക്കയാണ്. ബീന, ഈ തുറന്നത് വെച്ച് മുഴുവനായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ഗസ് വർക്കാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ സംഭവം ശരിയാണ്. അത് തന്നെയാണ്. ചിത്രം നമുക്കിവിടെ കാണാം. വിധവയുടെ കാണിക്ക ദേവാലയ ഭണ്ഡാരത്തിലേക്ക് യേശു ചൂണ്ടിക്കൊണ്ട് അവിടെ വിധവ നിക്ഷേപിക്കുന്ന കാണിക്കയെ എടുത്ത് പ്രശംസിക്കുന്ന ഒരു ഭാഗമാണ് ചിത്രം. 4 കോളങ്ങളിൽ 3 ബീന ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് 3 പോയിന്റ് കുറച്ച് അത്രയും സ്കോർ അവിടെയുണ്ട്. 2 പോയിന്റ് അവിടെ ബാക്കിയുണ്ട്. ഇനി ഇത് ഏതാണ് സുവിശേഷ ഭാഗം എന്നുള്ളത് ബീനയ്ക്ക് പറയാം. ലൂക്ക 21:1-4 വരെ. 21:1-4 വരെ. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗ്യങ്ങൾ കറക്റ്റ് ആൻസർ. ഈ റൗണ്ടിലെ ബീന 5+2 7 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത ചോദ്യം. ടോണി, യുവർ ചാൻസ്. യാ, 12. ഓക്കെ, 14. ശിശുക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗം. കറക്റ്റ് ഗസ് ആണ്. പ്ലീസ് ഓപ്പൺ ദി പിക്ചർ. ഒരു കോളം തുറന്നോടുകൂടി തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവിൻ. യേശു ശിശുക്കളെ ആശീർവദിക്കുകയും അവരെ അടുത്ത് വരാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. ഒറ്റ കോളം തുറന്നോടുകൂടെ ഇവിടെ വ്യക്തമാണ് ചിത്രം. അതിന്റെ റഫറൻസ് കൂടി പറഞ്ഞാൽ 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. കൃത്യമായ ഉത്തരം. ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഈ റൗണ്ടിൽ ടോണി കരസ്ഥമാക്കിയിരിക്കുന്നു. 9 പോയിന്റ് ടോണി കരസ്ഥമാക്കുന്നു. കൺഗ്രാജുലേഷൻസ്. ഈ മേജർ റൗണ്ടും ഇവിടെ പൂർണ്ണമാകുന്നു. വാശിയേറിയതും രസകരവുമായ 4 റൗണ്ടുകൾക്കൊടുവിൽ നമ്മുടെ മത്സരാർത്ഥികൾ എത്തിയിരിക്കുന്ന സ്കോർ ലെവൽ ഇപ്രകാരമാണ്. ആൻ മേരി 28 പോയിന്റ്സ്, ബേബി 26 പോയിന്റ്സ്, ടോണി ബേബി 49 പോയിന്റ്സ്, ബീന ജേക്കബ് 57 പോയിന്റ്സ്, വത്സമ്മ സ്കറിയ 47 പോയിന്റ്സ്, ഏലിക്കുട്ടി തോമസ് 44 പോയിന്റ്സ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബൈബിൾ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് നാം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ജൂബിലി ബൈബിൾ മിഷൻ അംബാസിഡർ എന്ന ഒരു പുതിയ സംരംഭത്തിന് ഈ വർഷം നാം നേതൃത്വം നൽകുകയാണ്. കേരള സഭയിലെ 100 പേരെ അതിനുവേണ്ടി സെലക്ട് ചെയ്തുകൊണ്ട് അംബാസിഡർ എന്ന ബഹുമതി നൽകിക്കൊണ്ട് അവരെ ആദരിക്കുകയും അവരിൽ നിന്ന് സമാഹരിക്കപ്പെടുന്ന തുക കൊണ്ട് പൂർണ്ണമായിട്ടും ബൈബിൾ കേരള സമൂഹത്തിൽ ഫ്രീ ആയിട്ട് നൽകുവാനുള്ള ഒരു ദൗത്യം ഈ ജൂബിലി വർഷത്തിൽ നാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെ അടുത്ത വർഷങ്ങളിൽ ലോഗോസ് ക്വിസ് ഹിന്ദി മേഖലയിൽ ഏതാണ്ട് 14ഓളം രൂപതകളിൽ വ്യാപിക്കുന്നു എന്നുള്ള ഒരു സന്തോഷവും ഈ ജൂബിലി അവസരത്തിൽ നമുക്കുണ്ട്. നമ്മൾ കേരളത്തിൽ ഇല്ലാത്ത, അതായത് NRIs ആയിട്ടുള്ള ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഓൺലൈൻ ലോഗോസ് ക്വിസ് എന്നുള്ളൊരു ഓൺലൈൻ ലോഗോസ് ക്വിസ് ഫോർ NRIs എന്നുള്ള ഒരു ആശയം വന്നത്. ഇങ്ങനെ മറ്റ് രാജ്യത്തുള്ള ക്രിസ്ത്യൻസിന് ഇവിടെ ലോഗോസ് ക്വിസ് നടത്തുന്ന അതേ സമയത്ത് തന്നെ അതേ ക്വസ്റ്റ്യൻ അതേ സമയത്ത് എഴുതാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വളരെ ത്രില്ലിംഗ് റൗണ്ട് എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ട
റാപ്പിഡ് റൗണ്ടാണ് വരുന്നത്. ഓരോ മത്സരാർത്ഥിക്കും 14 ചോദ്യം വീതം ലഭിക്കുന്നതാണ്. 14 ചോദ്യങ്ങളുടെ ഒരു സെറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. ക്വിസ് മാസ്റ്റർ ചോദ്യം ചോദിക്കും. എത്രയും പെട്ടെന്ന് അതിന്റെ ഉത്തരം പറയുക. നിങ്ങൾക്ക് അധികം സമയം ലഭിക്കുന്നതായിരിക്കില്ല, ഒരുപാട് ആലോചിച്ചിരിക്കാൻ സമയം ലഭിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റാപ്പിഡ് റൗണ്ടിനെ, റാപ്പിഡ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ, ലോഗോസ് മത്സരത്തിന് വേണ്ടി നമ്മൾ 4ാം റൗണ്ടിനെ നെയിം ചെയ്തിരിക്കുന്നത് ക്യാൻ ആൻഡ് റൗണ്ട് എന്നാണ്. അപ്പോൾ അത്യന്തം വാശിയേറിയ ഒരു മത്സരം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്യാൻ ആൻഡ് റൗണ്ടിലേക്ക് സ്വാഗതം. കാനാൻ എപ്പോഴും പ്രതീക്ഷയുടെ നാടാണ് അല്ലെ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്ര ഇസ്രായേൽ ജനം നടത്തി നമുക്കറിയാം. കാനാൻ ദേശത്തിന്റെ സമൃദ്ധിയുണ്ട്. ഈ റൗണ്ടിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് 30 പോയിന്റ് വരെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം എന്നുള്ളതാണ്. 14 ചോദ്യങ്ങൾ 1 മിനിറ്റിനുള്ളിൽ നിങ്ങളോട് ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്താൽ 14 × 2 28. 14 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്ക്, ഞാൻ വളരെ ജനറസ് ആണെന്ന് പറഞ്ഞില്ലേ, ജനറസ് ആയിട്ട് 2 മാർക്ക് കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് 30 പോയിന്റ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ടോണിയുടെയാണ് ചാൻസ് ആരംഭിക്കുന്നത്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട്. സമാധാന ബലി അർപ്പിച്ച വസ്തു എത്ര ദിവസം ഭക്ഷിക്കാം? 2 ദിവസം. സമാധാന ബലി വസ്തു 3-ാം ദിവസം ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. കാരണം കർത്താവിന്റെ വിശുദ്ധ വസ്തുവാണ് അശുദ്ധമാക്കി. ഉറക്കെ പറയണം. കൂലിക്കാരന് വേതനം നൽകുന്നതിനെ കുറിച്ച് കർത്താവിന്റെ കൽപ്പന എന്താണ്? പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. പുരോഹിതർക്ക് മൃതരായവർക്ക് വേണ്ടി അശുദ്ധരാകാവുന്ന ചാർച്ചക്കാർ ആരൊക്കെ? പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ, അവിവാഹിത സഹോദരി. ഞാനാണ് കർത്താവ് എന്ന് 22-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യമുണ്ട്? 3. സാപത്തിൽ രോഗശാന്തി നൽകുന്ന അനുവദനീയമോ അല്ലയോ? ഉത്തരം എന്തായിരുന്നു? അവരൊരു മറുപടിയും പറഞ്ഞില്ല. സദ്യ നടത്തുമ്പോൾ ആരെ വിളിക്കണമെന്നാണ് യേശു പറയുന്നത്? ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ. ക്ഷണിക്കപ്പെട്ടവർ വരാത്തതുകൊണ്ട് ഗൃഹനാഥൻ ക്ഷണിക്കാൻ പറഞ്ഞത് ആരെ? വികലാംഗർ, ദരിദ്രർ, കുരുടർ, മുടന്തർ. ലൂക്ക 14:15 അനുസരിച്ച് ആരാണ് ഭാഗ്യവാൻ? ശിശുക്കൾ. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. എന്ത്? വിധവയുടെ അപേക്ഷ. എക്കാലവും നമ്മോടൊത്ത് ഉണ്ടായിരുന്നത് എന്ത്? സ്നേഹം. സ്നേഹം. ഓക്കെ, ഈ റൗണ്ടില് 11 ചോദ്യങ്ങൾ വരെ ചോദിക്കാനുള്ള അവസരമാണ് ടോണിക്ക് ഉണ്ടായത്. ഈ 11 ചോദ്യങ്ങളില് ടോണി ഉത്തരം പറഞ്ഞതില് 3 ചോദ്യങ്ങളാണ് തെറ്റായി വന്നത്. ഞാനാണ് കർത്താവ് എന്ന് 22-ാം അധ്യായത്തില് 3 പ്രാവശ്യമെന്നാണ് ടോണി പറഞ്ഞത്. എത്ര പ്രാവശ്യമുണ്ട്? 6 പ്രാവശ്യമുണ്ട്. ലൂക്കായുടെ 14:15 അനുസരിച്ച് ആരാണ് ഭാഗ്യവാൻ? 14-ാം അധ്യായത്തിലെ ഭാഗ്യവാൻ ആരാണ്? ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവനാണ്. ടോണി ശിശുക്കൾ എന്നാണ് അവിടെ പറഞ്ഞത്. എക്കാലവും നമ്മോടൊത്ത് ഉണ്ടായിരുന്നത് എന്ത്? സത്യമാണ്, അത് സ്നേഹമെന്നാണ് ടോണി പറഞ്ഞത്. ഈ 3 ഉത്തരങ്ങൾ തെറ്റായി പോയി. ബാക്കി 8 ഉത്തരങ്ങൾ കൃത്യമായി ടോണി പറഞ്ഞിരിക്കുന്നു. 16 മാർക്ക് ടോണി ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ബീന. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൂടാര തിരുനാളിന്റെ ഏത് ദിവസമാണ് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കേണ്ടത്? 1-ാം ദിവസം, 7-ാം ദിവസം. ദേവാലയ ദീപത്തെ കുറിച്ച് കർത്താവ് മോശയോട് പറഞ്ഞ ആദ്യത്തെ കൽപ്പന ആർക്കുള്ളതാണ്? തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തവന്റെ അമ്മയുടെ പേരെന്ത്? സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഏത് കൽപ്പനയ്ക്ക് ശേഷമാണ് ഇത് പറയുന്നത്? പ്രതികാരത്തിന്റെ നിയമം. താനെ മുളച്ച് വളരുന്നവ നിങ്ങൾ കൊയ്യരുത്. ഏതിനോടനുബന്ധിച്ചാണ് ഈ നിയമം? സാബത്ത് വർഷം. യജമാനിൽ നിന്ന് കടം വാങ്ങിയ രണ്ടാമനോട് കാര്യസ്ഥൻ ചോദിച്ചത് എന്ത്? നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? ധനികൻ മരിച്ചപ്പോൾ ആരാണ് അവനെ നരകത്തിലേക്ക് വഹിച്ചത്? ധനികനെ അബ്രാഹം അഭിസംബോധന ചെയ്തത് എങ്ങനെ? നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. തുടർന്ന് ആദ്യം പറയുന്നത് എന്താണ്? സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. യേശു ഇത് പറഞ്ഞ ഏത് ഉപമയ്ക്ക് ശേഷം? വീണ പറഞ്ഞതിൽ ആദ്യത്തെ ഉത്തരങ്ങൾ ചെറുതായിട്ട് തെറ്റിപ്പോയി. വീണ,
ദേവാലയ ദീപത്തെ കുറിച്ച് കർത്താവ് മോശയോട് പറഞ്ഞ ആദ്യ കൽപ്പന ആർക്കുള്ളതാ? മോശയ്ക്കാണ്. ഇസ്രായേൽ ജനത്തിനുള്ളതാണ് അല്ലെ? അത് അഹറോൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഷെലോം ശരിയായിരുന്നു. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഏത് കൽപ്പനയ്ക്ക് ശേഷമാണ് ഇത് പറയുന്നത്? ഏത് കൽപ്പനയ്ക്ക് ശേഷം? മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നു കളയണം, അതിനുശേഷമാണ്. ധനികൻ മരിച്ചപ്പോൾ ആരാ നരകത്തിലേക്ക് കൊണ്ടുപോയേ? ഇല്ല, അപ്പൊ അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഫാസ്റ്റ് എന്നല്ലേ പറഞ്ഞേ? 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 12 മാർക്ക് ഈ റൗണ്ടിൽ ബീന കരസ്ഥമാക്കിയിരുന്നു. കൺഗ്രാജുലേഷൻസ് ബീന. അടുത്ത റൗണ്ട് ഏലിക്കുട്ടി ടീച്ചറിന്റേതാണ്. യെസ് ടീച്ചർ, യുവർ ടൈം. സാബത്ത് എന്തിനുള്ളതാണെന്നാണ് ലേവ്യർ 23:3 പറയുന്നത്? എന്തുകൊണ്ടാണ് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് എന്ന് പറയുന്നത്? രക്തം ഭക്ഷിക്കുന്നതിനുള്ള ശിക്ഷ എന്ത്? എന്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ ഇസ്രായേൽ ജനം ചെയ്യരുതാത്തത് എന്ത്? വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കടുകുമണി, പുളിമാവ് എന്നീ ഉപമകൾക്ക് ശേഷം ഈശോ ആദ്യം പറഞ്ഞത് എന്ത്? നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. എപ്പോഴാണത്? സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണപ്പെടും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. എവിടെ? ശവടിയോ അവിടെ കഴിയുന്ന. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. എവിടെ? ഒരു കട്ടില്. ഇതാ ഓക്കെ, കട്ടിൽ തന്നെയാണ് ശരിയായുള്ള ഉത്തരവാണ്. വീണ്ടും ആവർത്തിച്ചാൽ തന്നെ സമയം അത്ര നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. ഓക്കെ, 1, 2, 3, 4, 5, 6, 7 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം, മറുപടി കൃത്യമായിരുന്നു. 5ാമത്തെ ചോദ്യത്തിന് എനിക്ക് സംശയമുണ്ട്. വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പറഞ്ഞില്ല. അപ്പൊ അത് ശരിയാണ്. അപ്പോ 1, 2, 3, 4, 5, 6, 7 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നു. 14 മാർക്ക് ഈ റൗണ്ടിലെ ടീച്ചർ കരസ്ഥമാക്കി. യെസ്, ഡിൻഡയുടെ ആണ് അടുത്ത ചാൻസ്. യുവർ ടൈം. ലേവ്യർ 15:31 അനുസരിച്ച് അശുദ്ധിയുള്ളവർ ചെയ്യുന്ന പാപം എന്ത്? അശുദ്ധിയുള്ളവർ ചെയ്യുന്ന പാപം എന്ത്? ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ്. ഏതൊക്കെയാണ് അവ? ചണം കൊണ്ടുള്ള കുപ്പായവും കാൽച്ചട്ടയും മരപ്പട്ടയും തൊപ്പിയും. കർത്താവിനായി കുറി വീണ കോലാടിനെ എന്തു ചെയ്യണം? പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അഹറോൻ പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കുന്നത് ആർക്കു വേണ്ടി? തനിക്കും കുടുംബത്തിനും വേണ്ടി. അസസ്സേലിനായി കുരുവീണ ആടിനെ മരുഭൂമിയിലേക്ക് കൊടുത്തുവിടേണ്ടത് ആരുടെ കൈവശമാണ്? ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടവരെ ഏത് പ്രദേശക്കാരുമായിട്ടാണ് യേശു താരതമ്യപ്പെടുത്തിയത്? ജെറുസലേം. 3 വർഷമായി അത്തിമരത്തിന് ഫലം അന്വേഷിച്ച് വരുന്നത് ആര്? യജമാനൻ. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ യേശു എവിടെയായിരുന്നു? സിനഗോഗിൽ. കൂനുള്ള സ്ത്രീ എപ്പോഴാണ് നിവർന്നു നിന്നത്? യേശുവിന്റെ അടുത്ത് വിളിച്ച സ്ത്രീയെ നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. യേശു രോഗം സുഖപ്പെടുത്തിയപ്പോൾ സിനഗോഗ് അധികാരി കോപിച്ച് പറഞ്ഞത് ആരോടാണ്? ജനങ്ങളോട്. പ്രത്യേകം അഭിവാദനം അറിയിക്കേണ്ടത് ആർക്ക്? പ്രത്യേകം അഭിവാദനം അറിയിക്കേണ്ടത് ആർക്ക്? ഓക്കെ, വെരി ഗുഡ്. ഡിൻഡ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നു. വണ്ടർഫുൾ. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ലേവ്യർ 15:31 അനുസരിച്ച് അശുദ്ധിയുള്ളവർ ചെയ്യുന്ന പാപം തങ്ങളുടെ എന്റെ കൂടാരം അശുദ്ധമാക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലായിരുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആകാതെ പോയി. ഐ എം സോറി. അത് എല്ലാവരോടും ഒരുപോലെ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൂടി അടുത്ത് വരെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും ഡിൻഡ നന്നായി പെർഫോം ചെയ്തു. ഡിൻഡ 2, 3, 4, 5, 6, 7, 8, 9 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഡിൻഡ പറഞ്ഞിരിക്കുന്നു. വളരെ അഭിനന്ദനങ്ങൾ. 18 പോയിന്റ് ഈ റൗണ്ടിൽ ഡിൻഡ കരസ്ഥമാക്കി. കൺഗ്രാജുലേഷൻസ് ഡിൻഡ ആൻഡ് മേരി. ഓക്കെ, സ്റ്റാർട്ട്. കർത്താവിന്റെ പെസഹ ആഘോഷിക്കുന്ന നിശ്ചിത ദിവസം ഏത്? 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം. ആഴ്ചകളുടെ തിരുനാൾ ദിനം കണക്കാക്കുന്നത് ഏത് ദിനം മുതലാണ്? അറിയില്ല. വയലിൽ കൊയ്യുമ്പോൾ അരികു തീർത്ത് കൊയ്യരുത്. അത് ആർക്കുള്ളതാണ്? പാപങ്ങൾക്കും പരദേശികൾക്കും. തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തവന്റെ പിതാവ് ആരായിരുന്നു?
ഈജിപ്തുകാരൻ. കൂടാരത്തിരുന്നാൾ എത്ര ദിവസത്തേക്കാണ് ആഘോഷിക്കേണ്ടത്? 7 ദിവസത്തേക്ക്. എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ലാത്തത് ആരെന്നാണ് ഗൃഹനാഥൻ പറഞ്ഞത്? ക്ഷണിക്കപ്പെട്ടവർ. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഇതേ തുടർന്ന് പറഞ്ഞ ആദ്യത്തെ കാര്യം ഏതാണ്? ആദ്യത്തെ കാര്യമാണോ? അറിയില്ല. 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്ന സ്ത്രീ ആദ്യം ചെയ്യുന്നത് എന്ത്? അത് ഉത്സാഹത്തോടെ അത് കണ്ടെത്താൻ നോക്കാം. തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ഇളയ പുത്രന് എന്താണ് ഉണ്ടായത്? അറിയില്ല. മൂത്ത പുത്രൻ പിതാവിനോട് പറഞ്ഞ പരാതികളിൽ അവസാനത്തേത് ഏത്? സാരമില്ല ആൻമേരി അറിയാമായിരുന്നു എല്ലാം അല്ലേ? എങ്കിലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചെറിയ ഒരു പ്രയാസം. എങ്കിലും 1, 2, 3, 4, 5 ചോദ്യങ്ങൾക്ക് ആൻമേരി കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആൻമേരിക്ക് തെറ്റിയത് ആഴ്ചകളുടെ തിരുനാൾ ദിനം കണക്കാക്കപ്പെടുന്ന ഏത് ദിനം മുതലാണ്? നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസമാണ്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഇത് തുടർന്ന് പറഞ്ഞ ആദ്യത്തെ വചനം ഏതാണ്? ഉപ്പ് നല്ലത് തന്നെ അല്ലേ? യെസ്. 10 നാണയങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്ന സ്ത്രീ ആദ്യം ചെയ്യുന്നത് എന്താണ്? വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്താതെ എങ്ങനെ നോക്കുക അല്ലേ? ആദ്യം വിളക്ക് കൊളുത്തും. പിന്നെ തവിട് കൊണ്ടും വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ഇളയ പുത്രന് എന്താ ഉണ്ടായേ? സുബോധം ഉണ്ടായി അല്ലേ? അതാണ് നമുക്ക് ഇത്തിരി കുറഞ്ഞു പോയത് അല്ലേ? അപ്പോ പിന്നെ മൂത്ത പുത്രൻ പിതാവിനോട് പറഞ്ഞ പരാതികളിൽ അവസാനത്തേത് ഏതാ? അവന് വേണ്ടി ഏതാണ്ടിനൊക്കെ കൊന്നു എന്ന് പറഞ്ഞില്ലേ? അത് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അവസാനത്തെ കാര്യം എന്തായിരുന്നു? നീ അവന് വേണ്ടി കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അല്ലെ? സാരമില്ല ആൻമേരി നന്നായി ചെയ്തു. ആൻമേരി 1, 2, 3, 4, 5 ചോദ്യങ്ങൾക്ക് ആൻമേരി കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 10 പോയിന്റ് ഈ റൗണ്ടിൽ ആൻമേരിക്ക് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ആൻമേരി. റാപ്പിഡ് റൗണ്ടിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. അവസാനത്തെ ചോദ്യം വത്സമസ് കറിയോടാണ്. യുവർ ടൈം. ജൂബിലി വർഷത്തിൽ കാഹളം മുഴക്കേണ്ടത് ഏത് ദിവസമാണ്? 10-ാം ദിവസം. ഭൂമി അതിന്റെ ഫലം നൽകും. എന്ത് ചെയ്യുമെങ്കിലാണത്? നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുക. ശൂന്യമായ നിങ്ങളുടെ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കുന്നത് എപ്പോൾ? അത് പാഴായി കിടക്കുമ്പോൾ, ശൂന്യമായി കിടക്കുമ്പോൾ. അവ നിങ്ങളെ സമ്പന്നരാക്കും. ഏവ 5-ാം വർഷത്തെ ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെ ആക്കും. ഇതിനു മുമ്പ് പറയുന്ന പാപം എന്ത്? യേശു 10 കുഷ്ഠരോഗികളെ കാണുമ്പോൾ അവൻ ഏതിലേക്ക് കടന്നു പോവുകയായിരുന്നു? ഗ്രാമത്തിലേക്ക് കടന്നു പോവുകയായിരുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങൾ താരതമ്യപ്പെടുത്തിയത് ആരുടേതിനോടാണ്? നോഹയുടെയും ലോത്തിന്റെയും. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ തുടങ്ങുന്നതിന് മുമ്പ് യേശു പറഞ്ഞു നിർത്തിയത് എന്ത്? തങ്ങളിൽ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരുടെ ധാരണ എന്ത്? തങ്ങൾ നീതിമാന്മാരാണെന്ന്. ആരാണ് ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നത്? ജനങ്ങൾ. ആരാ? ജനങ്ങൾ. 10 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഈ 10 ചോദ്യങ്ങളില് 3-ാമത്തെ ചോദ്യം, ശൂന്യമായ നിങ്ങളുടെ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായിരുന്നില്ല. എന്താണ് പറഞ്ഞത്? അത് പാഴായി കിടക്കും. നിങ്ങൾ പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും. നിങ്ങൾ, അതായത് ഇസ്രായേൽ ജനം ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ വീണ്ടും ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെ ആക്കും. ഇതിനു മുമ്പ് പറയുന്ന പാപം എന്താ? അഹങ്കാരമാണ്. അത് യേശു 10 കുഷ്ഠരോഗികളെ കാണുമ്പോൾ അവൻ ഏതിലൂടെ കടന്നു പോവുകയായിരുന്നു? സമറിയായ്ക്കും ഗലീലയിലേക്കും. അത് വ്യക്തമല്ലായിരുന്നു. സമറിയായ്ക്കും ഗലീലയിലേക്കും അതല്ല പറഞ്ഞ, ഗ്രാമത്തിലൂടെ എന്നുള്ള ഉത്തരമാണ് പറഞ്ഞത്. ആ ഉത്തരം കൃത്യമല്ലായിരുന്നു. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ തുടങ്ങുന്നതിന് മുമ്പ് യേശു പറഞ്ഞു നിർത്തിയത് എന്ത്? ശവം എവിടെയോ അവിടെ കഴുകന്മാർ. അവസാനത്തെ ചോദ്യത്തിൽ ആരാണ് ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നത്? അവർ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ജനങ്ങൾ എന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ നമ്മൾ POC ബൈബിളില് ആ ഒരു വ്യക്തത നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലൂക്കായുടെ സുവിശേഷ പ്രകാരം ശിശുക്കളെ കൊണ്ടുവന്നത് അവർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായിരുന്നു. 12 മാർക്ക് ഈ റൗണ്ടിൽ കരസ്ഥമാക്കിയിരുന്നു. 5
റൗണ്ടുകൾക്കൊടുവിൽ നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ നില ഇപ്രകാരമാണ്. ആൻ മേരി 38 points, ഡിൻഡ ബേബി 44 points, ടോണി ബേബി 65 points, ബീന ജേക്കബ് 69 points, വത്സമ്മ സ്കറിയ 59 points, ഏലിക്കുട്ടി തോമസ് 58 points. ഞങ്ങൾ 2004 മുതൽ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ തുടങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം പാലക്കാട് രൂപതയിലായിരുന്നു. ഇപ്പോൾ രാമനാഥപുരം രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ അവിടെ തുടർച്ചയായിട്ട് ഫസ്റ്റ് സെക്കൻഡ് സ്ഥാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇതാദ്യമായി പ്രചോദനം തന്നത് ബഹുമാനപ്പെട്ട ജോഷി പുലിക്കോട്ടിൽ അവളുകളാണ്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതെഴുതുന്നത് നല്ലതാണ്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ദൈവവചനം കൊണ്ട് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 2001 മുതൽ ലോഗോസ് ക്വിസ് ബൈബിൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷവും എഴുതിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു പരിപാടിയാണ്. ബൈബിള് പഠിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം. അതുകൊണ്ട് ഞാൻ വളരെ ഇഷ്ടമായിട്ട് എല്ലാ വർഷവും താല്പര്യത്തോടു കൂടി പങ്കെടുത്തിരുന്നു. സ്ക്രൈബ് സിസ്റ്റത്തിലാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. അപ്പം ഒരു സഹായി ക്വസ്റ്റ്യൻ വായിച്ചു തരുന്നു, ഞാൻ ആൻസർ പറഞ്ഞു കൊടുക്കുന്നു, അവരത് മാർക്ക് ചെയ്യുന്നു. ബൈബിള് പഠിക്കുന്നത് ബ്രെയിൽ ബുക്ക്. പരീക്ഷയ്ക്കുള്ള ഭാഗങ്ങൾ എൻ്റെ ആലുവയിലുള്ള സഹോദരിമാരും സിസ്റ്റേഴ്സ് വായിച്ചു കൊടുത്തിട്ട് ബ്രെയിലിലേക്ക് പകർത്തി എഴുതും. അപ്പം എനിക്ക് ആലുവയിൽ BSNL ജോലി ഉണ്ടായിരുന്നു. വീക്കെൻഡിലും ഹോളിഡേയ്സിലുമാണ് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പോൾ അവിടെ അവരുടെ ബുക്ക് എടുത്ത് വായിച്ചാണ് ഞാൻ പഠിച്ചിരുന്നത്. കാഴ്ചയില്ലാത്ത അവസ്ഥയിലും ബൈബിള് പഠിക്കാനൊരു തടസ്സമല്ല. അത് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന പ്രത്യാശ നൽകുന്നുണ്ട്. ഏതൊരു വേദനയും വിഷമം തരണം ചെയ്യാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവാനുഭവത്തിൽ ജീവിക്കാനും എന്നെ സഹായിക്കുന്നുണ്ട്. അടുത്ത റൗണ്ട് ല്യൂമൻ റൗണ്ടാണ്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വിഷ്വൽസ് കാണാവുന്നതാണ്. ആ വിഷ്വൽസിനെ ആധാരമാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക. കൃത്യമായ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഈ റൗണ്ടിലും ചോദ്യങ്ങൾ പാസ് ചെയ്യപ്പെടുന്നതായിരിക്കുകയില്ല. ലൂമൻ ആ പദം പരിചയമുണ്ടോ? ഏതെങ്കിലും ലൂമൻ ജെൻസിയം എന്നൊരു പദം പരിചയമുണ്ട്. അതെവിടെയാണ് അത് പരിചയം? നമ്മുടെ സഭയെ കുറിച്ചുള്ള 2-ാം വത്തിക്കാൻ സുവർണദോസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലൂമൻ ജെൻസിയം. അതല്ലാതെ ലൂമൻ ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത നാളിൽ വേറെ ഏതെങ്കിലും പ്രബോധന രേഖകൾ ഇറങ്ങിയായിരുന്നോ? ലൂമൻ ഫിദൈ ടീച്ചർ നല്ല ഓർമ്മയോട് പറയുന്നു. അത് എപ്പോ ഇറങ്ങിയ പ്രബോധന രേഖയാണ്? ചാക്രിക ലേഖനം. വിശ്വാസ വർഷത്തില് പുറത്തിറങ്ങിയ ചാക്രിക ലേഖനം, വിശ്വാസ വെളിച്ചം എന്ന ചാക്രിക ലേഖനം ലൂമൻ തന്നെയായിരുന്നു. ഇതും ഒരു വെളിച്ചം തന്നെയാണ്. ഇവിടെ വിഷ്വൽ നിങ്ങൾ കാണും. ഈ വിഷ്വലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. വത്സമസ്കറിയോട് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം വിഷ്വൽ നാം കാണുന്നു. ലൂക്കായുടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വിഷ്വൽ റൗണ്ടിൽ നിങ്ങൾ കൂടുതലായിട്ട് കാണുക. ആ വിഷ്വൽ റൗണ്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ആദ്യത്തെ ചോദ്യം വത്സമസ്കറിയോട് ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന്റെ ദൃശ്യം നിങ്ങൾക്ക് ഈ സമയം ടിവിയിലൂടെ നിങ്ങൾക്ക് കാണാം. Good master, what good thing shall I do that I may have eternal life? My cause thou me good. There is none good but one, that is God.
But if thou wilt enter into life, keep the commandments. Which? Thou shalt do no murder. Thou shalt not commit adultery. Thou shalt not steal. Thou shalt not bear false witness. Honor thy father and thy mother. And thou shalt love thy neighbor as thyself. ദൃശ്യം നിങ്ങൾക്ക് വ്യക്തമാണ് അല്ലേ? നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ധനികന്റെ യേശുവിന്റെ അടുത്തുള്ള ചോദ്യവും യേശു അതിന് നൽകുന്ന മറുപടിയുമാണ് ഈ വിഷ്വലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇതാണ്: നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്ന ധനികനായ യുവാവിന്റെ ചോദ്യത്തിന് മറുപടിയായി യേശു പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രമാണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പുറപ്പാട് 20:12 തൊട്ട് 16 വരെ, നിയമാവർത്തനം 5:16 തൊട്ട് 20 വരെ. രണ്ട് പഴയ നിയമ ഉദ്ധരണികൾ: പുറപ്പാട് 20, 12, 16, നിയമാവർത്തനം 5, 16, 20. കൃത്യമായ ഉത്തരം മത്സമസ്കറിയ ഈ റൗണ്ടിൽ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് അതിൽ സ്കോർ ചെയ്തിരിക്കുന്നു. യെസ്, അടുത്ത ചോദ്യം ആൻ മേരി തോമസിനോടാണ്. That's the tax collector. Hurry down, Zacchaeus. For I must stay in your house today. My house? ആരാണത്? സക്കേവു. നമ്മുടെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. സക്കേവുസിന്റെ ഭവനത്തില് യേശുവിന് വിരുന്നൊരുക്കുമ്പോൾ സക്കേവുസ് തന്റെ സ്വത്തില് പകുതിയും ദാനം ചെയ്യുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവുസിന്റെ ഒരു മാനസാന്തരം നമ്മൾ അവിടെ കാണുന്നു. യേശുവിനെ ഭവനത്തിൽ സ്വീകരിച്ച സക്കേവുസ് തനിക്കുള്ളതെല്ലാം കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന അനുഭവമുണ്ട്. പക്ഷേ സക്കേവുസ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിന്റെ പ്രതികരണമാണ്. ഈ ജനക്കൂട്ടം അവരെന്താ ചെയ്യുന്നേ? പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. വെരി ഗുഡ് ആൻ മേരി, അതൊക്കെ ശരിയാണ്. അച്ഛൻ അറിയേണ്ടത് ബൈബിളില് ലൂക്കായുടെ സുവിശേഷത്തില് ഇത്തരം പിറുപിറുക്കലുകളെ കുറിച്ച് പറയുന്ന വല്ലത് ഓർമ്മയിലുണ്ടോ? 15-ാം അധ്യായത്തില് ഫരിസയരും ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ അടുത്ത് അവന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അടുത്തു വന്നപ്പോൾ അവരെ സ്വീകരിച്ചപ്പോൾ ഫരിസയരും നിയമജ്ഞരും പിറുപിറുത്തു. 15-ാം അധ്യായത്തില് വാക്യങ്ങൾ ഓർമ്മയുണ്ടോ? 15-ാം അധ്യായം 2-ാം വാക്യം. വെരി ഗുഡ് ആൻ മേരി, കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ. ആൻമേരിക്ക് 10 പോയിന്റ് ഈ റൗണ്ടിൽ ആൻമേരി സ്കോർ ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഡിൻഡായിലേക്ക് വരുന്നു. ഡിൻഡ, യുവർ ചാൻസ്. The stone was rolled away. We entered, and the body of our Lord was. 2 men appeared to us, angels shining like the sun, and said to us, We saw them. Go and see for yourself. The tomb was empty. Our Lord was gone. ദൃശ്യം വ്യക്തമാണ് അല്ലേ? ഉത്ഥാന വിവരണത്തിൽ ലൂക്ക ഏത് സുവിശേഷത്തെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ഒരു ചോദ്യം കൂടി അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നു. ലൂക്കായുടെ വിവരണത്തിലെ വ്യത്യാസങ്ങൾ ഏവയാണ്? അടിസ്ഥാനമാക്കിയ സുവിശേഷവും ഈ വിവരണവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണ്? മർക്കോസിന്റെ സുവിശേഷത്തെയാണ് ലൂക്ക ആശ്രയിച്ചിരിക്കുന്നത്. വെരി ഗുഡ്, ആദ്യ ഭാഗം കൃത്യമാണ്. മർക്കോസിന്റെ സുവിശേഷത്തെയാണ് ലൂക്ക അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. 2-ാം ഭാഗം മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് യേശു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. അതൊരു തോട്ടക്കാരനാണെന്നാണ് അവൾ ആദ്യം വിചാരിക്കുന്നത്. പിന്നെ മർക്കോസിന്റെ സുവിശേഷത്തില് പത്രോസ് കല്ലറിങ്കലേക്ക് പോകുന്നത് വിവരിച്ചിട്ടില്ല. എന്നാൽ ലൂക്ക അത് വിവരിച്ചിട്ടുണ്ട്. മഗ്ദലന മറിയം ഒറ്റയ്ക്കാണ് ശിഷ്യന്മാരോട് ചെന്ന് പറഞ്ഞത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തില്. പക്ഷേ ഇവിടെ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും യോവന്റെയും അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും വ്യത്യാസം? തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് 2 പേർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ലൂക്ക എഴുതിയിരിക്കുന്നത്.
എന്നാൽ 2 പേർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലൂക്ക എന്ത് പറഞ്ഞിരിക്കുന്നു? ഇതിനെക്കുറിച്ച് അവർ അമ്പരന്ന് നിൽക്കവേ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അവര് മാർക്കോസ് എന്ത് പറഞ്ഞു? 2 പേര് പ്രത്യക്ഷപ്പെട്ടു, അല്ല, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. മാർക്കോസിന്റെ സുവിശേഷത്തിലാണ് അതിന്റെ അടിസ്ഥാനം. 2 സ്വർഗീയ ദൂതന്മാരെന്ന് ലൂക്ക പറയുമ്പോൾ മാർക്കോസ് ഒരു യുവാവെന്ന് പറയുന്നു. സ്ത്രീകളെ കുറിച്ചുള്ള വിവരണത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഡിൻഡ കൃത്യമായത് പറഞ്ഞിരിക്കുന്നു. 10 മാർക്ക് ഡിൻഡ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം ഏലിക്കുട്ടി ടീച്ചറിലേക്ക് വരുന്നു. ടീച്ചർ, They killed him. Executed on Friday. Killed who? You really haven't heard? ഇവിടെ ചോദ്യം ഇതാണ്. ഈ അവതരണ രീതിയിൽ എമ്മാവൂസ് യാത്രാ വിവരണത്തിലും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ലൂക്കായുടെ ദൈവശാസ്ത്രം, ലൂക്കൻ സ്കൂൾ ഓഫ് തോട്ട് ആണല്ലോ ഈ ബൈബിൾ രചനയിലുള്ളത്. ലൂക്കായുടെ രചനയില് ലൂക്കായുടെ മാത്രമായിട്ടൊരു ദൈവശാസ്ത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ എമ്മാവൂസിലേക്ക് പോയ സംഭവവും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 2 സംഭവങ്ങളും കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠന ഭാഗത്തില് ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് ഒന്ന് ആ 3 പ്രധാനപ്പെട്ട അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു. അപ്പം മുറിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ദൈവശാസ്ത്രം ലൂക്കായുടെ ഉണ്ട് അല്ലേ? ഒന്ന് അപ്പം മുറിക്കുന്നതിന്റെ ദൈവശാസ്ത്രമുണ്ട്. അതുപോലെ 2 എണ്ണം കൂടി കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം മുറിച്ചതുപോലെ അതിനു മുമ്പ് വേറെ എന്തെങ്കിലും മുറിച്ചോ? അറിയത്തില്ല. ഓക്കെ, ഒന്ന് വഴിക്ക് നൽകുന്ന പ്രാധാന്യം. ലൂക്ക വഴിക്ക് നൽകുന്ന പ്രാധാന്യം, എമ്മാവൂസ് യാത്രാ വിവരണം വഴിയുടെ പ്രാധാന്യം, അപ്പം മുറിക്കുന്ന ഭാഗം, വചനം പങ്കുവയ്ക്കുന്ന ഭാഗം. ഇത് 3ഉം ഈ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഘടനയില് വഴി, അപ്പം, വചനം ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം അത് ഈ എമ്മാവൂസ് യാത്രയുടെ വിവരണത്തിലൂടെ വ്യക്തമാക്കാൻ ലൂക്ക ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ബീനായിലേക്ക് വരുന്നു. ബീന, Take this and divide it among yourselves. For I say unto you, I will not drink of the fruit of the vine till the kingdom of God shall come. Yes, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. യേശുവിന്റെ അന്ത്യ അത്താഴ വിവരണത്തിൽ സമവീക്ഷണ സുവിശേഷ വിവരണങ്ങളും ഒരു ദൃശ്യത്തില് യോഹന്നാന്റേതും അതിൽ വരുന്നുണ്ട്. ലൂക്കായുടെ വിവരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്? ഈ ദൃശ്യത്തില് ലൂക്ക നൽകാത്തൊരു ദൃശ്യം കൂടി കാഴ്ചയിലുണ്ടായിരുന്നു. വെരി ഗുഡ്. കാല് കഴുകുന്ന രംഗം ലൂക്കായുടെ വിവരണത്തിലില്ല. വണ്ടർഫുൾ, വെരി ഗുഡ്. ദെൻ സുവിശേഷം അനുസരിച്ച് ഇതിനകത്ത് 2ാമത്തെ കപ്പ് അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തു വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. 2 പാനപാത്രങ്ങളെ കുറിച്ചുള്ള വിവരണം ലൂക്ക നൽകുന്നുണ്ട്. അത് ലൂക്കായുടെ മാത്രം പ്രത്യേകതയാണ്. 2 പാനപാത്രങ്ങൾ. വണ്ടർഫുൾ, വെരി ഗുഡ്. പിന്നെ വല്ല വ്യത്യാസമുണ്ടോ? ഓക്കെ, ബീന പറഞ്ഞ ഉത്തരങ്ങളില് ഒരു 75% ശരിയാണ്. കാല് കഴുകുന്ന രംഗം ലൂക്ക നൽകുന്നില്ല. യൂദാസിന്റെ വഞ്ചനയെ കുറിച്ച് ലൂക്ക അത്താഴത്തിന്റെ അവസാന ഭാഗത്താണ് വിവരിക്കുന്നത്. അതാണ് ബീനയ്ക്ക് വിട്ടുപോയത്. 2 പാനപാത്രങ്ങളുടെ വിവരണം ലൂക്കായിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 3ൽ 2 ഭാഗം ശരിയാക്കിയതിന്റെ പേരിൽ 6.5 മാർക്ക് ഈ റൗണ്ടിൽ ബീന കരസ്ഥമാക്കുന്നു. ഇതിനു മുമ്പുള്ള റൗണ്ടില് ഏലിക്കുട്ടി ടീച്ചർക്ക് അതിലൊരു ഭാഗമാണ് ടീച്ചർ ശരിയാക്കിയത്. 3.5 മാർക്ക് ആ റൗണ്ടിൽ ഞാൻ തരുന്നു. അത് നേരത്തെ അത് പറഞ്ഞില്ലായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ടോണി, യുവർ ചാൻസ്. Father, if thou be willing, remove this cup from me. ഗത്സമനിയിലെ പ്രാർത്ഥന. Christ was offered to bear the sins of many. ചോദ്യം ഇതാണ്.
ഗത്സെമനിയിലെ പ്രാർത്ഥനാ വിവരണം. സമവീക്ഷണ സുവിശേഷങ്ങളിലെ വിവരണത്തിൽ ലൂക്ക പുലർത്തുന്ന വ്യത്യസ്തതകളേവ മറ്റു സുവിശേഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങൾ അതില്ല. പിന്നെ അവന്റെ രക്തം വിയർപ്പ് പോലെ നിരത്ത് വീണു എന്ന് പറയുന്നതും മറ്റു സുവിശേഷങ്ങളിലില്ല. ഓക്കെ. ഇത് കൂടാതെ യേശു 2 പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് മറ്റു സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ 1 പ്രാവശ്യം മാത്രം മടങ്ങി വരുന്നതായിട്ടേ പറയുന്നുള്ളൂ. ഓക്കെ. ഏതൊക്കെ ശിഷ്യന്മാര്? 3 ശിഷ്യന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് പറയുന്നത്. ഇവിടെ ശിഷ്യന്മാരെന്ന് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എത്ര ശിഷ്യന്മാരെ കൊണ്ടുപോയതായിട്ടാണ് ലൂക്ക പറയുന്നത്? ശിഷ്യന്മാരെന്നെ പറയുന്നുള്ളൂ. ശിഷ്യന്മാർ എന്നേ പറയുന്നുള്ളൂ. 3 പേരെന്ന് പറയുന്നില്ല, 4 പേരെന്ന് പറയുന്നില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും വ്യത്യാസം? ഓക്കെ. ടോണി പറഞ്ഞ ഉത്തരങ്ങളില് ഭാഗികമായിട്ടുള്ള ശരിയാണ് അതിൽ കാണുന്നത്. ഗത്സെമനി എന്ന പേര് ലൂക്ക പറയുന്നില്ല. ഉണ്ടോ? ഗത്സെമനി എന്നുള്ള പദം അവിടെ ഇല്ല. ഒലിവുമലയാണ്. ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ മാത്രമല്ല, എല്ലാവരെയാണ് കൊണ്ടുപോയത്. ഇനി മറ്റൊന്ന്, ആകുലനും അസ്വസ്ഥനുമാകാൻ തുടങ്ങിയെന്ന് പറയുന്ന ആ ഒരു വിവരണം മാർക്കോസ് കൊടുക്കുമ്പോൾ ഇതില് ഇല്ല. അപ്പൊ 2 കാര്യം ശരിയായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ദൂതൻ വന്ന് പറഞ്ഞ കാര്യവും 3 ശിഷ്യന്മാരെ, ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചാണെന്നുള്ള വിവരണവും 5 മാർക്ക് ഈ റൗണ്ടിൽ ലഭിക്കുന്നു. 10 5 മാർക്ക്. കൺഗ്രാജുലേഷൻസ്. ഈ വിഷ്വൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ലൂമൻ റൗണ്ടിനൊടുവിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ ഇപ്രകാരമാണ്. ആൻ മേരി 48 points, ഡിൻജ ബേബി 54 points, ടോണി ബേബി 70 points, ബീന ജേക്കബ് 76 points, വത്സമ്മ സ്കറിയ 69 points, ഏലിക്കുട്ടി തോമസ് 62 points. ഓക്കെ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ലാസ്റ്റ് റൗണ്ടാണ്. ഈ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ കുറച്ച് ജനറസ് ആവാണ്. അതായത് ഈ മത്സരത്തിന്റെ ലോഗോസ് പ്രതിഭയെ തിരഞ്ഞെടുക്കാനുള്ള അവസാന റൗണ്ടില് നിങ്ങൾക്ക് 15 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് ഉള്ള അവസരമുണ്ട്. 1, 2, 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ചോദ്യങ്ങൾ വരിക. ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ 5 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. അതിന് ഉത്തരം പറഞ്ഞാൽ വീണ്ടും 5 മാർക്ക് കൂടി നിങ്ങൾക്ക് അതിൽ ലഭിക്കും. അപ്പൊ 5 ഉം 5 ഉം 10. അവിടെ ഉത്തരം തെറ്റിപ്പോയാൽ ഒരു ചെറിയ മൈനസ്. നേരത്തെ കിട്ടിയ ആ 5 പോയിന്റിൽ നിന്ന് 2.5 മാർക്ക് നമുക്ക് കുറയുന്നു മാത്രമേ. മൂന്നാമത്തെ റൗണ്ടില് നിങ്ങൾക്ക് പോകാം. അത് അല്പം കട്ടിയുള്ള ചോദ്യം ആയിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് നിങ്ങൾ കയറി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ 15. അപ്പൊ 5, 10, 15 പോയിന്റ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി അത് ലഭിക്കാതെ വരികയാണെങ്കിൽ കിട്ടിയ മാർക്കിൽ നിന്ന് പകുതി നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. വേറെ അപകടമൊന്നുമില്ല. എല്ലാ മാർക്കിൽ നിന്നല്ല, ആ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ച പോയിന്റിൽ നിന്ന് പകുതി മാർക്ക് കുറയ്ക്കുന്നു. വ്യക്തമാണോ? ഇനി ആദ്യത്തേതിൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഉത്തരവൊന്നും പറഞ്ഞില്ല, ഞാൻ ഗ്രാറ്റിസ് ആയിട്ട് നിങ്ങളെ രണ്ടാമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഒരു പേടിയും പേടിക്കണ്ട. തെറ്റിയാലും നിങ്ങൾ രണ്ടാമത്തിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തത് കിട്ടി മൂന്നാമത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ മൂന്നാമത്തെ തെറ്റിപ്പോയാൽ നേരത്തെ കിട്ടിയെന്ന് പകുതി പോകുന്നു മാത്രമേ ഉള്ളൂ. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് നിർത്താം. ഞാൻ നിർത്തി, ഒരു കുഴപ്പമില്ല. വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിഷ, ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. യെസ് ടോണി, യുവർ ചാൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. പ്രത്യേകം അഭിവാദനം അറിയിക്കേണ്ടത് ആർക്ക്? പ്രത്യേകം അഭിവാദനം അറിയിക്കേണ്ടത് ആർക്കാണ്? സഹോദരർക്ക്. എല്ലാ സഹോദരന്മാർക്കും. സഹോദരന്മാർക്ക് എന്നാണോ അതോ എല്ലാ സഹോദരരെയും പ്രത്യേകം അഭിവാദനം അറിയിക്കുക?
എല്ലാ സ്നേഹിതരെയും എന്നാണ് ടോണി അതിൽ കൊടുത്തിരിക്കുന്നത്. സാരമില്ല, നമ്മൾ അടുത്തേക്ക് പോകുന്നു. ഓക്കെ, ഉത്തരം എല്ലാ സ്നേഹിതർക്കും എന്നാണ് ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. സഹോദരന്മാരാണ് സ്നേഹിതർ, പക്ഷെ ആ ഒരു വാക്ക് കൃത്യമായിട്ട് നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സ്നേഹിതർക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇതില് ടോണിക്ക് മാർക്കില്ല. സഹോദരനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ യേശു ഉദ്ധരിച്ച ലേവ്യരുടെ പുസ്തകത്തിലെ വചനം ഏതാണ്? ഇല്ല, അതും പറയാനായിട്ട് ടോണിക്ക് സാധിക്കുന്നില്ല. നമ്മൾ അടുത്ത ചോദ്യം കൂടി ടോണിക്ക് തരുന്നു. യെസ്, ഇതിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു ടോണി. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റ് ആര്? വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്ട്. ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താ? ജെറാർഡ് മുള്ളർ. ലുഡ്വിഗ് മ്യൂള്ളർ ആണ്. ലുഡ്വിഗ് മ്യൂള്ളർ ഫാമിലി നെയിം മ്യൂള്ളർ ആണ്. വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അതിന്റെയും കൂടി ചാർജുള്ള കർദിനാൾ തന്നെയാണ് ഇതിന്റെയും ചാർജ് വഹിക്കുന്നത്. കർദിനാൾ ലുഡ്വിഗ് മ്യൂള്ളർ, വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ. ഇത് ആദ്യത്തേൽ ഒന്നും ലഭിക്കാത്ത സ്ഥിതിക്ക്, കുറയ്ക്കാനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ക്യൂസ് മാസ്റ്ററുടെ ഒരു ദയവിന്റെ പുറത്ത് 2.5 മാർക്ക് ഈ റൗണ്ടിൽ ടോണിക്ക് എഫേർട്ടിനെ മാർക്ക്. യെസ് ബീന, യുവർ ചാൻസ്. 3-ാം ലേഖനം ആർക്കു വേണ്ടി എഴുതിയതാണ്? 3-ാമത്തെ ലേഖനം ആർക്കു വേണ്ടി എഴുതിയതാണ്? ഗായുസിന് വേണ്ടി. ലളിതമായൊരു ചോദ്യം, കൃത്യമായ ഉത്തരം. 5 മാർക്ക് ബീനയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശുവിനോട് ഒരുവൻ ചോദിച്ച സംശയം എന്തായിരുന്നു? കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. 10 പോയിന്റായി. മുന്നോട്ട് പോണോ? വേണ്ട, മുന്നോട്ട് പോകുന്നില്ല. യെസ്, ബീന വളരെ ബുദ്ധിപൂർവമായ തീരുമാനമെടുത്ത് ബീന അവിടെ 2-ാമത്തെ സെറ്റിൽ അവസാനിപ്പിച്ചു. യെസ്, അടുത്ത ചോദ്യം അടുത്ത ആളിലേക്ക് വരുന്നു. എലിക്കുട്ടി ടീച്ചർ, ലാസ്റ്റ് റൗണ്ടാണ്. 15 മാർക്ക് ഇതിൽ കരസ്ഥമാക്കാനുള്ള എല്ലാ സാധ്യതയും ടീച്ചർക്കുണ്ട്. ആദ്യത്തെ ചോദ്യം ലളിതമായൊരു ചോദ്യത്തിലേക്ക് വരുന്നു. സത്യം അറിയുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? നിങ്ങളെ സ്നേഹിക്കുന്നു. സത്യം അറിയുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. 5 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. 2-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന. സാബത്ത് ദിവസം യേശു ഏതെല്ലാം രോഗങ്ങളിൽ നിന്നാണ് വ്യക്തികളെ സുഖപ്പെടുത്തിയത്? മഹോദര രോഗവും കൂനും. വെരി ഗുഡ്, 2ഉം ശരിയായിരിക്കുന്നു. മഹോദര രോഗവും കൂനുമുള്ള വ്യക്തികളെയാണ് യേശു സുഖപ്പെടുത്തിയത് സാബത്ത് ദിവസം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മുന്നോട്ട് പോണോ വേണ്ടയോ? പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ദിന്റെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തമാകുന്നവൻ ആരാണ്? നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാകുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ 5 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെ? എനിക്കുള്ളതുപോലെ അസ്ഥികളും മാംസവും ഭൂതത്തിനില്ലല്ലോ. ഒരെണ്ണം. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ആ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ട അവസരത്തിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗത്ത് നിന്ന്. ഒരു 3 ചോദ്യങ്ങൾ കൃത്യമായിട്ടുണ്ട് അതിൽ. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ ചോദിച്ച കൃത്യമായിട്ട്? അത് എമ്മാവൂസിലെ യാത്രാ മധ്യത്തിലാണ് അല്ലേ? ഏത് കാര്യങ്ങൾ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ സംഭവിച്ചതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അപ്പൊ യേശു ചോദിക്കും ഏത് കാര്യങ്ങൾ? ഓക്കെ, അത് മുഴുവനായിട്ട് ഡിൻഡയ്ക്ക് വരുന്നില്ല അല്ലെ? നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന്? ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ? അത് ഒരല്പം കൺഫ്യൂഷൻ ഡിൻഡയ്ക്ക് വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് 5 മാർക്കുണ്ട്. 2-ാമത്തെ ചോദ്യത്തിന് തെറ്റിപ്പോയതിന്റെ പേരിൽ ആ 2.5 മാർക്ക് അത് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഇനി 3-ാമത്തേൽ പോണോ? വേണ്ട. ഈ റൗണ്ടിൽ ഡിൻഡ 2 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. ആൻമേരി, അടുത്ത ചാൻസ് ആൻമേരിക്കാണ്. എക്കാലവും നമ്മിൽ വസിക്കുന്നത് എന്താണ്? സത്യം. എക്കാലവും നമ്മിൽ വസിക്കുന്നത് സത്യമാണ്. 5 മാർക്ക് ആൻമേരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണോ ആൻമേരി? തീർച്ചയായിട്ടും പോകാം.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ആർക്കെല്ലാമാണ് ഉത്തിതനായ യേശു പ്രത്യക്ഷപ്പെട്ടത്? മഗ്ദലേന മറിയത്തിനും യാക്കോബിന്റെ അമ്മയായ മറിയത്തിനും യോവാനയ്ക്കും അവരെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾക്കും എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും പിന്നെ ശിഷ്യഗണത്തിനും അവിടുന്ന് പ്രത്യക്ഷമായി. ഒരാളെയും കൂടി വിട്ടുപോയോ? ശിഷ്യന്മാർ ശിമയോന് കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ശിമയോൻ എന്നുള്ള കാര്യം കൊച്ച് ഒന്ന് അല്പം ഒന്ന് സ്ലോ ആയെന്ന് മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ട് പറ്റുമോ ആൻമേരിക്ക്? ലോഗോസ് 2014 ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ ചോദ്യം വത്സമാസ്കറിയയിലേക്ക്. ആദ്യത്തെ ചോദ്യം, സഭാശ്രേഷ്ഠന്റെ അധികാരത്തെ ഇരുന്നത് ആരാണ്? ദിയോത്രേഫസ്. കറക്റ്റ് ആൻസർ ആണ്. 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഏത് ഉപമയിലാണ് ഈ സന്ദേശം യേശു നൽകുന്നത്? ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ഏത് ഉപമയിലാണ് ഈ സന്ദേശം യേശു നൽകുന്നത്? അവിശ്വസ്തനായ കാര്യസ്ഥന്റെ കറക്റ്റ് ആൻസർ ആണ്. കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മുന്നോട്ട് പോകാം. വെരി ഗുഡ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായുള്ള തീരുമാനമെടുത്ത ഒരാള് അല്ലെ? പുതിയ നിയമത്തിന്റെ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോഡക്സുകളുണ്ട്. സീനായ് കോഡക്സ്, വത്തിക്കാൻ കോഡക്സ്, അലക്സാൻഡ്രിയൻ കോഡക്സ്. വെരി ഗുഡ്, വണ്ടർഫുള്ളി ഡൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15 മാർക്കിന്റെ ചോദ്യം. കൃത്യമായ രീതിയിൽ ഓപ്ഷൻ എടുത്തു, ആ ചോദ്യത്തിലേക്ക് പോവുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ. ഈ ഗ്രാൻഡ് ഫിനാലയുടെ റൗണ്ടുകളെല്ലാം ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് സ്കോർ ബോർഡിലേക്ക് പ്രവേശിക്കാം. ആരാണ് ഇതിലെ വിജയികൾ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് വളരെ ആകാംക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, ലോഗോസ് 2014 അവസാന റൗണ്ടിന് ശേഷം നമുക്ക് ഇപ്രാവശ്യത്തെ ലോഗോസ് പ്രതിഭയെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ 6 മത്സരാർത്ഥികളുടെയും സ്കോർ നില ഒന്നൊന്നായി പരിശോധിക്കാം. എ ഗ്രൂപ്പിൽ വന്ന ആൻമേരി തോമസ് സ്കോർ ചെയ്തിരിക്കുന്നത് 58 പോയിന്റ്. നല്ലൊരു കൈയ്യടി ആൻമേരിക്ക് കൊടുക്കാം. ബി ഗ്രൂപ്പിൽ നിന്നും മത്സരിച്ച ഡിൻഡ ബേബി ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് 57 പോയിന്റ്. സി ഗ്രൂപ്പില് ഈ 6 പേരില് ഒരാളായി ഒരു ആൺതരിയായി ഇവിടെ ഇരിക്കുന്ന ടോണി ബേബി ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നു 73 പോയിന്റ്. വെരി ഗുഡ്, 73 പോയിന്റ്സ്. ഡി വിഭാഗത്തിൽ ബീന ജേക്കബ് സ്കോർ ചെയ്തിരിക്കുന്നു 86 പോയിന്റ്. വൗ, 86. വത്സമാസ്കറിയ സ്കോർ ചെയ്തിരിക്കുന്നു 84 പോയിന്റ്. 84 പോയിന്റ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏറ്റവും മുതിർന്നവരുടെ ഗ്രൂപ്പ് എഫ് വിഭാഗം, അതിൽ ടീച്ചർ സ്കോർ ചെയ്തിരിക്കുന്നു 72 പോയിന്റ്. 72 പോയിന്റ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നാം സ്ഥാനത്തേക്ക് ലോഗോസ് പ്രതിഭയായിട്ട് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡി വിഭാഗത്തിൽ നിന്ന് മത്സരിച്ച ബീന ജേക്കബ്.